ലോകാവസാനം പറയേണ്ടത് ഏതിൽ മാത്രമാണ്? ഖുർആനിൽ മാത്രമല്ലേ, മുത്തനബി മാത്രമല്ലേ? എന്നാൽ എല്ലാ നബിമാരും എന്ത് പറഞ്ഞു? ലോകാവസാനം. എല്ലാ നബിമാരും ദജ്ജാലിനെ പറ്റി പറഞ്ഞു. എല്ലാ നബിമാർക്കും ഉറപ്പാണ് ഞങ്ങളെ കാലത്ത് വരില്ല. എന്തിനു പറഞ്ഞു? നിങ്ങളെ ഇവിടെ ഉണ്ടോ? എന്തിനാണോ? മാമിൻ നബിയിൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളനായ ഒറ്റക്കണ്ണനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്ത ഒരു നബിയും ലോകത്ത് കടന്നു പോയിട്ടില്ല. അപ്പൊ ആരടക്കം? ആദ്യ നബി അന്ന് കഴിഞ്ഞു, കണ്ണിൽ കാണാണ്, പക്ഷെ ഒരു ബോധമല്ല. ആ ജനത ബോധത്തിൽ ജീവിക്കാൻ കാരണം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ചുള്ള ബോധം. മനസ്സിലായോ പറഞ്ഞത്? ഈ അടയാളങ്ങൾ കണ്ണിൽ കണ്ടപ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് ഈ അടയാളങ്ങൾ സുഖങ്ങളോട് കൂടിയാണ് വന്നത്? അടിമപ്പെണ്ണ് ഉടമയെ മൾട്ടി മില്യൂണറെ പ്രസവിക്കുക. ആര് പ്രസവിക്കുക? ദരിദ്ര പെണ്ണ്. ദാരിദ്ര്യത്തിൽ കുടുങ്ങിയ, കഷ്ടപ്പെട്ട് കടം കൊണ്ട് കുടുങ്ങി ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന വക്കിലെത്തുമ്പോൾ പെണ്ണ് എന്ത് പറയാ? വേണ്ട, ഞാൻ സർഗേറ്റേക്കോളാം, നിങ്ങളെ കടം ഞാൻ വീട്ടിൽ തരാമെന്ന് പറയാം. ഒരു 4-5 കൊല്ലം, ഒരു 10-50 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു 4-5 കൊല്ലം ഈ സർഗേറ്റായ ഈ പെണ്ണിൻ്റെ എന്ത് വീട്ടാൻ കഴിയും? കടം വീട്ടാൻ കഴിയും. കുട്ടികൾ പോയി. ഈ കുട്ടികൾ ആരാണ്? റബ്ബത്ത്, ഉടമ. പെണ്ണോ? അടിമ. കൃത്യം. ഇങ്ങനെ പ്രവ്യാഖ്യാനല്ല. മതം എന്ന് പറഞ്ഞാൽ ഏത് കാലത്തും മതം 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒന്ന് പ്രത്യക്ഷം, ഒന്ന് പരോക്ഷം, ഒന്ന് പരോക്ഷത്തിൻ്റെയും പരോക്ഷം. ഇതാണ് മതം. അതേത് ജനത മതം അതാണ്. പ്രത്യക്ഷം, പരോക്ഷം, പരോക്ഷത്തിൽ പരോക്ഷം. ഉദാഹരണം പറയാം. ഇതിനെ നമുക്ക് ഇനി ഇങ്ങനെ വ്യാഖ്യാനിക്കാം. പ്രത്യക്ഷം എന്നാൽ കർമാനുഷ്ഠാനങ്ങൾ, പരോക്ഷം എന്നാൽ വിശ്വാസം. പരോക്ഷത്തിൻ്റെയും പരോക്ഷം ആധ്യാത്മികതകൾ, ഹഖായിഖുകൾ, സന്യാസം, സൂഫിസം. ഇതും അതിൻ്റെ 3ാം സ്റ്റേജാണ്. ത്വരീഖത്ത്, ഹഖീഖത്ത്, മഅരിഫത്ത്. ഇതെല്ലാം മതത്തിനുണ്ട്. ഇപ്പം സന്യാസം എന്നത് സ്വന്തത്തെ നസ്യം ചെയ്യലാണ് സന്യാസം. അതാണ് ആധ്യാത്മികതയിലെ അവസാന ഭാഗം. പിന്നെ അവിടുന്ന് അവർക്ക് ഉയർച്ച വരും. അതുതന്നെയാണ് സൂഫിസം. സ്വന്തത്തെ നസ്യം ചെയ്യുക, താൻ ഇല്ലാതാവുക, എന്നിട്ട് ദൈവം ഉണ്ടാകുക. ദൈവത്തിൻ്റെ താല്പര്യം തൻ്റെ താല്പര്യമാക്കാൻ ഒരുങ്ങിയിറങ്ങിയ വ്യക്തിയാണ് അടിസ്ഥാനപരമായി ആര്? സന്യാസി. അതാണ് സന്യാസി. ഇന്ന് സന്യാസി അങ്ങനെയാണോ ഇല്ല എന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ല. ഇന്ന് മൂല്യം അങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് അർത്ഥമില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനം അതാണ്. സ്വന്തത്തെ നിശ്ചയം ചെയ്യണം, സ്വന്തത്തെ ഇല്ലായ്മ. അതാണ് സുഹൃദ്. സുഹൃദ് അഫ്ളലു മൻസബിൻ ബഅദ തുഖ. ഇതൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃദാണ്. സുഹൃദ് എന്ന ത്യാഗമാണ്, പരിത്യാഗം, തന്നെ ഇല്ലാതാക്കുക. ഉപ്പാണ് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് മുത്തുനബി പറഞ്ഞു. എന്താണ് ഉപ്പിൻ്റെ കാര്യം? ഉപ്പില്ലാതാകുകയാണ്, അപ്പോൾ കറി ഉണ്ടാകുകയാണ്. ഉപ്പുണ്ടെങ്കിൽ കറിയില്ല, കറി ഉണ്ടെങ്കിൽ ഉപ്പില്ല. അങ്ങനല്ലേ പറയും? ഉണ്ടോ എന്നുള്ള പറയും. നിങ്ങൾക്ക് ആ കറി ഉപയോഗിക്കണമെങ്കിൽ ഉപ്പ് സ്വയം ഇല്ലാതാണ്. ഇട്ട ഉപ്പ് അവിടെ കിടക്കുകയാണെങ്കിൽ കറി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഉപ്പിൻ്റെ ഫനാ ആണ് എന്ത്? കറിയുടെ മദാക്ക്. അത് രുചികരമായത് ഉപ്പ് സ്വയം ത്യജിച്ചതാ. ഞാനങ്ങോട്ട് എന്താവട്ടെ, ഞാനണ്ട് ഇല്ലാതാകട്ടെ, അപ്പോൾ കറി ഉണ്ടായി. ഞാനെന്ന ഭാവം, ഞാൻ ഒരിക്കലും പോകില്ല എന്ന് ഉപ്പ് തീരുമാനിച്ചു. പറ ഉപ്പില്ലെങ്കിൽ പിന്നെ അതിന് രസമല്ലല്ലോ. ഇപ്പം ഞാൻ നോമ്പുറക്കാൻ വേണ്ടി അൻവർ ഞങ്ങൾക്കൊരു ഭക്ഷണം കൊണ്ടു തന്നു. പല ഭക്ഷണമുണ്ട്, അതിനൊക്കെ രസമുണ്ട്. ഒരു ഭക്ഷണം എന്നിട്ട് ഉമ്മ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയെന്നു അൻവറിൻ്റെ ഭാഗത്ത് നോമ്പുറക്കലുണ്ടായിട്ട് ഭക്ഷണം കൊടുന്നു. അപ്പം പിന്നെ ഞാൻ 2-3 ദിവസം മണി സംഭവം. അപ്പോൾ പ്രധാനമായി ഉമ്മ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു. അത് കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചതും. പക്ഷെ അത് കഴിക്കാൻ വേണ്ടി ഒരു തവിയിട്ട് അതിന്ന് കഴിക്കൽ തുടങ്ങിയപ്പോൾ പിന്നെ അത് ഉമ്മ ഉണ്ടാക്കിയല്ല, ഞാൻ പാപ്പ ഉണ്ടാക്കിയത് തിന്നാൻ പറ്റാത്ത അവസ്ഥയിലായി. എന്തുകൊണ്ട്? അതിൽ ഉപ്പിടാൻ മറന്നുപോയി. അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റൂല. ഉപ്പ് ഉരുകാതെന്നാലും നടക്കൂല. ഉപ്പ് ഉരുകാതെ ഉപ്പുണ്ടാവില്ല. അപ്പോൾ ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയത് എന്തുകൊണ്ട്? ഉപ്പ് എന്ന വ്യക്തി സ്വയം ഇല്ലാതായി. ഇത്തരം വ്യക്തികൾ എക്കാലത്ത് ലോകത്തുണ്ടായിരുന്നു. അവരാണ് ഹഖീഖത്തിൻ്റെ ആളുകൾ, ത്വരീഖത്തിൻ്റെ ആളുകൾ. അങ്ങനെ വന്നപ്പോൾ സമൂഹം ഭംഗിയായി ഇവിടെ ഉണ്ടായി. കാരണം അവർ ഉപ്പായിരുന്നു, അവരുരുകി, അവരെ ഫനാ കൊണ്ട് സമൂഹം ഉണ്ടായി. ഇപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ ആളുണ്ട്. ഇപ്പോൾ ത്വരീഖത്തിൻ്റെ പേരിലൊക്കെ അതിന് ആളുണ്ട്. ത്വരീഖത്തൊക്കെ ഇപ്പോൾ ഇൻഡസ്ട്രിയാണ്, ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായം. ത്വരീഖത്ത് വ്യവസായം, മെഡിക്കൽ വ്യവസായം, എഡ്യൂക്കേഷണൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ഇൻഡസ്ട്രി, മനസ്സിലായി എന്ന് പറയുമ്പോഴത്തെ ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പം എന്ത്
ഇവ ത്വരീക്കത്തൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യണം. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരാം. എല്ലാം കൂടി എല്ലാവരും കൂടി ശത്രുത ഒറ്റയടിക്ക് തന്നെ വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോകണം. തല കൊടുത്ത് ചിന്തിക്കണം, ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. എല്ലാത്തിനും കള്ളത്തരം കടന്നുകൂടി. അപ്പൊ ഈ മതം എന്ന് പറഞ്ഞാൽ അത് 3 ഭാഗം. ഒന്ന് പ്രത്യക്ഷം അനുഷ്ഠാനങ്ങൾ, ഒന്ന് പരോക്ഷം വിശ്വാസം, ഒന്ന് പരോക്ഷത്തിൻ്റെയും പരോക്ഷം അധ്യാത്മകത. ഇതാണ് സത്യത്തിൽ എന്ത് അൽ ഇസ്ലാമു വൽ ഈമാനു വൽ ഇഹ്സാൻ. ഇതാണ് ഇസ്ലാം മതം എന്ന. ഇത് ഇസ്ലാം മതമല്ല, എല്ലാ മതവും അങ്ങനെയാണ്. ഇസ്ലാം മതം ഒരു പുതിയ പതിപ്പ് കൊണ്ടെന്നല്ല. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില അല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക മാ ഉൻസില മിൻ ഖബലിക. മുമ്പുള്ളതിനെ ഏറ്റവും സമർത്ഥമായി സമൂഹത്തിന് വ്യക്തമായി അതിൻ്റെ കൃത്യമായി അത് ഏൽപ്പിച്ചു കൊടുക്കാനാണ് മുത്തം നബി ഏൽപ്പിച്ചത്. അപ്പം മുൻകാലത്തില്ലാത്തൊരു കാര്യം മുത്തനബി പറഞ്ഞിട്ടില്ല. ആദ്യ കാലഘട്ടത്തിലെ ജനങ്ങൾക്കും കിട്ടിയതിനെ അതിനെ ഏറ്റവും മനോഹരമായി അനുഭവവേദ്യമാക്കി കൊടുത്തു എന്നുള്ളതാണ് മുസ്തഫ നബി ജയിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഏത് മതങ്ങളും 3 ഒന്ന് അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആധ്യാത്മികത. ഈ 3 ഇസ്ലാമും നിലനിൽക്കുന്നത്. ഈ 3 അതിൻ്റെ ഭംഗിയിൽ നിലനിൽക്കണമെങ്കിൽ നിർബന്ധമായും സൊസൈറ്റിക്ക് ബോധം ഉണ്ടാകണം. എന്തിനെക്കുറിച്ച്? ലോകാവസാനം. അതാണ് കണക്ഷൻ. ഇസ്ലാം എന്നത് ഒരു മനുഷ്യന്റെ അനുഷ്ഠാനത്തിൽ വരണമെങ്കിൽ അവൻ എന്ത് ബോധം ഉണ്ടാകണം? ലോകാവസാനം. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. അള്ളാഹിന് മുന്നിൽ പോയി നിൽക്കേണ്ടി വരും. അപ്പോഴേ നിസ്കരിക്കുള്ളൂ. 2 വിശ്വാസം. വിശ്വാസം ദൃഢമായി അവൻ വിശ്വാസം ഉണ്ടാക്കണമെങ്കിൽ അവിടെയും അവൻ എന്ത് വേണ്ടി വരും? ലോകാവസാന ബോധം ഉണ്ടാകേണ്ടി വരും. അതതിൻ്റെ വൃത്തി ചെയ്യണമെങ്കിൽ ബലിഷ്ഠമായ വിശ്വാസം. തോന്നിയതുപോലെയല്ല. ഇന്ന് മനുഷ്യൻ തോന്നിയതുപോലെ വിശ്വസിക്കുകയാണ്. അവന് ജയിക്കലാണ്. ഇവർ വിശ്വാസത്തിലെ തർക്കം. എന്നാൽ അവർക്ക് ജയിക്കല ലക്ഷ്യം. ഇന്ന് മൊത്തം ജയിക്കല ലക്ഷ്യം. നേരിനി പറഞ്ഞിട്ട് കാര്യമല്ല. നേര് പറയുന്നത് തള്ളപ്പെടും. ജയിക്കലാണ് മനുഷ്യന് ആവശ്യം. അതെന്ത് നുണ പറഞ്ഞ മനുഷ്യൻ ജയിക്കും. എന്ത് കള്ളത്തരം കാട്ടും, എന്ത് തട്ടിപ്പുകളും കാട്ടും. ജയിക്കാൻ വേണ്ടി തട്ടിപ്പ് കാട്ടുക. പലതരം തട്ടിപ്പുകൾ. മനുഷ്യൻ ലക്ഷ്യം എന്താണ്? ജയിക്കണം. എല്ലാ ലക്ഷ്യം, പണ്ഡിതന്മാരുടെ ലക്ഷ്യം എന്താണ്? ജയിക്കണം. സംഘടനകളുടെ ലക്ഷ്യം എന്താണ്? ജയിക്കണം. എല്ലാ മൂവ്മെന്റ്സ്, അസോസിയേഷൻ എല്ലാം ജയിക്കണം, 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 ജയിക്കണം. എന്തുകൊണ്ട് ജയിക്കണം ജയിക്കണം എന്ന് ചിന്തയായി. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ എന്ന ബോധം നഷ്ടപ്പെട്ടു. അതാണ് പ്രശ്നം. നല്ല പിക്കപ്പായിട്ടാണെങ്കിൽ ഇവിടെ ഇരുന്നാൽ മതി. ഇല്ലെങ്കിൽ ഞാനിത് സോഷ്യൽ മീഡിയ പറഞ്ഞോളൂ, ആരെങ്കിലും കേട്ടോളൂ. ബോധത്തിലിരിക്കണം. ബോധത്തിലിരുന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കറിയാത്ത ഞാൻ പറഞ്ഞു തരികയാണ്. ഇത് മൊത്തം നിങ്ങൾക്ക് അറിയാത്ത. ഇന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് അറിയാത്ത തന്നെയാണ്. അറിയണവരില്ലെന്നല്ലേ, എവിടെയും നിങ്ങൾക്ക് തപ്പിയാൽ കിട്ടൂല അങ്ങനത്തെ വിവരങ്ങൾ പറയുമ്പോൾ. അത് വളരെ ചിന്തിക്കണം. അപ്പം ഈ മതം 3 കാര്യമാണ്. പക്ഷെ ഈ 3 കാര്യം പ്രാക്ടിക്കലാകണമെങ്കിൽ എന്തു വേണം? 4ാമത്തെ ഒരു കാര്യത്തിൽ ബോധം വേണം. അതുകൊണ്ടാണ് വേദഗ്രന്ഥം മുഴുവനും 4 കാര്യം ചർച്ച ചെയ്തത്. എന്താ 4 കാര്യം? ലോകാവസാനം. അല്ലെങ്കിൽ 5000 കൊല്ലം മുമ്പുള്ള വേദം ലോകാവസാനം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട? തൗറാത്തിൽ ലോകാവസാനം പറയേണ്ട ആവശ്യമുണ്ട? എന്തുകൊണ്ട്? തൗറാത്ത് കിട്ടിയ മൂസാ നബിക്ക് അറിയാലോ, ഞാനല്ല ലാസ്റ്റ് ആള്, ഞാൻ ഇടയിലൊന്ന ആളാണ്. ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വരുന്നതല്ലേ ലോകാവസാനം. അപ്പൊ അത് ലാസ്റ്റ് വരുന്ന ആൾ പറഞ്ഞോട്ടെ. ഒത്തിരി നേരങ്ങളിലല്ലേ. ഞങ്ങളെ കാലത്ത് ഏതായാലും ലോകാവസാനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മൂസാ നബിക്ക് ഉറപ്പാണോ? അല്ലേ? മൂസാ നബിക്ക് വേദഗ്രന്ഥം ഇറക്കി കൊടുത്ത അള്ളാഹ്ക്ക് ഉറപ്പാണെന്നില്ല ഞാൻ ഇതിൽ സംശയമുണ്ടോ? മൂസാ നബിക്ക് വേദഗ്രന്ഥം തൗറാത്ത് ഇറക്കി കൊടുത്തപ്പോൾ അള്ളാഹു തആല അതിൽ ഖിയാമത്ത് കയറ്റി. എന്തുകൊണ്ട്? എപ്പോഴാണോ എനിക്ക് തോന്നുന്നത് ഖിയാമത്ത് നാട്ടുണ്ടാവും. പിന്നെ അപ്പം പടപടാന്ന് പൊട്ടിക്കുമ്പോൾ ഇവർക്ക് ഇത് അറിയില്ലെങ്കിൽ അങ്ങനെയാണോ പറഞ്ഞ? അങ്ങനെയാണോ? അല്ല. മൂസാ നബി ഇതിലൊന്നുമല്ല എന്നും മൂസാ നബി ഇടയിൽ വന്ന ഒരാൾ മാത്രമാണെന്നും റബ്ബ് സുബ്ഹാനഹു വ തആല അറിയില്ല. വിശ്വസിച്ചില്ല, കാഫറാവില്ലേ? ഉറപ്പല്ലേ? എന്നിട്ട് ഈ തൗറാത്തിൽ ഒരു സ്ഥലം മുടക്കിയാണെന്ന് തോന്നുന്നു. എന്ത്? ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു വേദഗ്രന്ഥം വരുന്നുണ്ട്, സബൂർ. ആ സബൂറിലുണ്ട് ലോകാവസാനം. പിന്നെ ഒരു വേദഗ്രന്ഥം വരുന്നുണ്ട്, ഇഞ്ചീൽ. അതിലുണ്ട് ലോകാവസാനം. പിന്നെ വേദഗ്രന്ഥ ഖുർആൻ ലോകാവസാനം പറഞ്ഞാൽ ഓക്കെ. നബി മുഹമ്മദ് മുസ്തഫ ലോകാവസാനം പറഞ്ഞാലും ഓക്കെ. എന്തുകൊണ്ട്? അവസാനത്തെ ആളല്ലേ. ആളല്ലെങ്കിൽ ഞാൻ ആരും പറയാനില്ലല്ലോ.
നിങ്ങൾക്ക് പറഞ്ഞാൽ ചിന്തിക്കുക, അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക. അതേ സമയത്ത് അങ്ങനെയല്ലേ, ഇപ്പം നിങ്ങളൊരു പരിപാടിക്ക് വരുന്ന ആളുകൾക്കൊക്കെ ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ഓരോ റിസപ്ഷൻ പോലെ അങ്ങനെ സ്വീകരിക്കുമ്പോൾ തന്നെ ബിരിയാണി കൊടുത്താൽ അവർക്ക് ശല്യമല്ലേ? ആണോ അല്ലേ? നിങ്ങളൊരു പരിപാടിക്ക് ബിരിയാണി ആകട്ടെ, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാക്കിംഗ് ഒക്കെ കണ്ടെയ്നർ ആക്കി വെച്ചിട്ടുണ്ട്. ഇവരിനോടുകൂടെ ബിരിയാണി കൊടുക്കുക, ചിലപ്പോൾ തന്നെ തിരിഞ്ഞു കുത്തൂല്ലേ? നിങ്ങളുടെ മനസ്സിലടങ്ങറൊക്കെ ആകെ ഇത്ര പോകുന്ന കസേരയെ കുത്തിരിക്കണം, പിന്നെ ജന കിതാബ് പിടിച്ചിരിക്കണ മാതിരി. അത് അവസാനം പോയി കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൈലേഹി തുർജാവും കഴിഞ്ഞ് എല്ലാവരും കൊണ്ട് ഇറങ്ങുമ്പോൾ എന്താ ബിരിയാണി കൊടുക്കും. അതല്ലേ സുഖം? അപ്പൊ ലോകാവസാനം പറയേണ്ടത് ഏതിൽ മാത്രമാണ്? ഖുർആനിൽ മാത്രമല്ലേ, മുത്തനബി മാത്രമല്ലേ? എന്നാൽ എല്ലാ നബിമാരും എന്ത് പറഞ്ഞു? ലോകാവസാനം. എല്ലാ നബിമാരും ദജ്ജാലിനെ പറ്റി പറഞ്ഞു. എല്ലാ നബിമാർക്കും ഉറപ്പാണല്ലേ ഞങ്ങളെ കാലത്ത് വരില്ല. പിന്നെ എന്തിനു പറഞ്ഞു? നിങ്ങളെ ഇവിടെ ഉണ്ടോ? എന്തിനാണോ? മാമിൻ നബിയിൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കസ്സാബ്. ഈ കള്ളനായ ഒറ്റക്കണ്ണനെ കുറിച്ച് ഭയപ്പെടുത്തി പറയാത്ത ഒരു നബിയും ലോകത്ത് കടന്നു പോയിട്ടില്ല. അപ്പൊ ആരടക്കം? ആദൻ നബി കുറച്ച് മക്കളുണ്ട്, ഓരോട് പറഞ്ഞു. ആദൻ നബിയും മക്കളും വഫാത്തായി 10,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് മുത്തുനബി വരിക. ആ മുത്തുനബിയുടെ ജനതയുടെ അവസാന ഭാഗത്താണ് ആര് വരിക? ദജ്ജാൽ വരിക. പക്ഷെ ആദൻ നബി വരെ പറഞ്ഞു. എന്തുകൊണ്ട്? ഇതൊക്കെ മനുഷ്യന് യാഥാർത്ഥ്യ ബോധം ഉണ്ടാക്കും. അവിടെ എൻ്റെ പൊസിഷൻ. ഇല്ലെങ്കിൽ മനുഷ്യൻ ഇതിലൊന്നും യാഥാർത്ഥ്യ ബോധം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, BC 16-ാം നൂറ്റാണ്ടിലോ 15-ാം നൂറ്റാണ്ടിലോ ആണ് തൗറാത്ത്. BC 3000-ലാണ് എന്ത്? വേദകാലം. വ്യാസ മഹർഷിയെ പോലത്തെ ആളുകൾ. വ്യാസൻ ഒരാളല്ല എന്നാണ് പ്രധാന അഭിപ്രായം. വ്യാസൻ എന്നാൽ സംയോജകൻ. വ്യത്യസ്തരായ ആളുകളിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിച്ച് സ്വരൂപിച്ച് വേദമാക്കി വെച്ച ആളുകൾ. ഏതായാലും വേദകാലം BC 3000-ൻ്റെയും BC 1500-ൻ്റെയും ഇടയിലാണെന്നത് പരക്കെ അംഗീകരിക്കപ്പെടുന്ന ഹൈന്ദവ ചരിത്ര സത്യമാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? അപ്പൊ നമുക്കവിടെ കിതാബിനെ വന്നിട്ടില്ല. ആദ്യത്തെ കിതാബ് വരുന്നത് എന്തിനാണ്? BC 15-ലാണ്. ഇത് BC 30-ൻ്റെയും 15-ൻ്റെയും ഇടയിലാണ് എന്ത് വരുന്നത്? ഹൈന്ദവ വേദങ്ങളുടെ സംയോജനം നടക്കുന്നത്. അതിൽ ഇഷ്ടം പോലെ കാണാം എന്ത്? ലോകാവസാനം. ഞാൻ ഒരു വിഷയമായി പിന്നീട് അവതരിപ്പിക്കും. ഇത് നമ്മൾ പറയുന്നേ പറഞ്ഞു. ഒരു വ്യത്യാസമില്ല. വിവാഹമില്ലാതെ എല്ലാം പറയുന്നുണ്ട്. വിവാഹം ഇല്ലാതെയോ കല്യാണം കഴിക്കൂല. മനുഷ്യന്മാർ കല്യാണം കഴിക്കൂല. അതിനർത്ഥം എന്താ? ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു എന്ത്? യക്സുറുസ്സിന. പിന്നെന്താ നടക്കുക? വിചാരം. അതാ 5000 കൊല്ലം മുമ്പ് വേദത്തിലുണ്ട്. ഇത് വേദം വായിച്ച ആളാണോ മുഹമ്മദ് മുസ്തഫ? വേദം വായിച്ച ആളാണോ മോനെ മുഹമ്മദ് മുസ്തഫ? അല്ല, ഉമ്മിയല്ലേ. വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ. നിരക്ഷരനായ മുസ്തഫ നബിക്ക് എങ്ങനെ കിട്ടി? ഇതെല്ലാം ഒരു കേന്ദ്രത്തിന് വന്നതാ. പിന്നീട് മാറ്റം തിരുത്തലൊക്കെ വന്നിട്ടുണ്ടാവും. ഒന്നിനെ ആക്ഷേപിക്കും, ഒന്നിനും ചെയ്ത് ഒരു വേദഗ്രന്ഥത്തെ നിസ്സാരപ്പെടുത്തരുത്. ഒരു വേദഗ്രന്ഥത്തെ കൊണ്ടായിട്ട് എന്ത് ചെയ്ത് അത് പേപ്പർ മറ്റേ സാധനം പൊതിയാൻ ഉപയോഗിക്കരുത്. പഴയ കാലത്ത് നമ്മളെ വീടുകളിൽ ബൈബിൾ കൊടുക്കും. നമ്മൾ നെൽമൂരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്കത് കാണുന്നത് പേടിയാണ്. എന്തുകൊണ്ട്? അതൊരു വേദഗ്രന്ഥമാണ്. ആ കുട്ടികൾ അവിടെ ഇവിടെ വലിച്ചിടും. വീട്ടിലത് ഓതാൻ ആളുണ്ടാവില്ല. നമ്മൾ ക്രിസ്തീയ വീടല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ പിന്നെ ഒരു പരീക്ഷണ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബൈബിൾ ഉപയോഗിക്കും. ഇവിടെയുണ്ട് ബൈബിൾ, വീട്ടിലുണ്ട് ബൈബിൾ. 2-3 ബൈബിളിൻ്റെ കയ്യിലുണ്ട്. ഇവിടെ വന്നാൽ ഇവിടെ നോക്കണം, ഇവിടെ നോക്കാം, അവിടെ നോക്കണം, അവിടെ നോക്കും. അത് നമ്മൾ പഠിക്കാൻ നിൽക്കണം. അതൊരു പുണ്യം എന്ന നിലയിൽ നമ്മൾ സ്ഥിരമായി വായിക്കുന്നതല്ലല്ലോ ബൈബിള്. അപ്പം അത് സ്വാഭാവികമാകാൻ കുട്ടികളെവിടെയും വലിച്ചെറിയും. എനിക്കത് പേടിയാണ്. കാരണം തഹരീഫേ വന്നിട്ടുള്ളൂ. തഹരീഫ് എന്നാൽ ചില മാറ്റത്തിരുത്തലുകൾ. അത് മാറ്റത്തിൽ ഗൗരവം തന്നെയാണ് താനും. പക്ഷെ എന്നാലും ദൈവിക വചനങ്ങളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കിക്കണ്ട, നിസ്സാരപ്പെടുത്താൻ പാടില്ല. ഇവരൊക്കെ തമ്മിൽ ചില സാമ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എല്ലാം പടച്ച നമ്പുരാൻ്റെ കിട്ടിയ സന്ദേശങ്ങളാണ് ഇതൊക്കെ. ഇതിലെല്ലാം ബൈബിളിൻ്റെ ലോകാവസാന അറിയിപ്പുകൾ ഞാൻ ഇതിൽ പിന്നെ കാണിച്ചു നിങ്ങൾക്ക്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം, ലോകാവസാനം വളരെ വളരെ റിയലായി കാണുന്ന ഒരു ജനതയ്ക്ക് മുന്നിൽ മാത്രമല്ല ലോകാവസാനം ചർച്ചയാക്കി. പിന്നെ നമുക്ക് ലഭ്യമായ ചരിത്രം അനുസരിച്ച് മാനവ സിവിലൈസേഷൻ ഏത് കാലത്താണ് വേദങ്ങൾ പഠിക്കൽ തുടങ്ങിയോ അക്കാലത്തെ വേദങ്ങളിലും എന്തുണ്ട്? ലോകാവസാനമുണ്ട്. എന്തുകൊണ്ട്? ലോകാവസാനം മനസ്സിനെ നേരെ നിർത്തുന്നൊരു കാര്യമാണ്. ഒന്നത് വളരെ റിയലാണ്. 2 ആ ബോധം ഉണ്ടായാലേ
അതെത്ര ഉണ്ടാവണോ അതിനനുസരിച്ച് പഠിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഒരു ആലിമായി വളരെ പഠിച്ചു, എല്ലാ ഫത്വയാക്കറി, പക്ഷേ ലോകാവസാനത്തെക്കുറിച്ച് ബോധമില്ലെങ്കിൽ അയാൾ ഈ ഫത്വ മുഴുവനും പൈസ നോക്കും. അയാൾ ജനങ്ങളെ തട്ടിപ്പാക്കും, അയാൾ ഞങ്ങളെ കക്കും. അയാൾ പള്ളി ജോലി ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കും അള്ളാഹു തന്നെ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഉറക്കപ്പെട, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അയാൾ ജനങ്ങളെ പരമാവധി ചൂഷണം ചെയ്യും, പരമാവധി ഊറ്റും. എന്തുകൊണ്ട്? അയാൾക്ക് എന്ത് ബോധമല്ല പറയേ. അതേ അപ്പുറത്തൊരു വേറെ മൊല്ലാക്കുണ്ട്, അയാൾ മദ്രസയിലെ 1-ാം ക്ലാസ് പഠിപ്പിക്കുന്ന ആളാണ്, വേറെ പണിയാക്കല്ല, കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ നിസ്കാര പള്ളിയിലെ ഇമാമുണ്ട്, അയാൾക്ക് വിവരേ ഇല്ല. അയാൾക്ക് ഈ ഓതാനറിയും, ഓതി കൊടുക്കാനറിയും. അല്ലെങ്കിൽ കത്തം ഓതിയാൽ അതിനെന്തെങ്കിലും 1000 കിട്ടി അത് വാങ്ങും, മൗലൂദ് ഓതാൻ പോവും. ഫത്വ അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല, അയാൾക്ക് 1-ാം ക്ലാസ് തന്നെ അപ്പം അറിയില്ല, അയാൾക്ക് അറബി വായിച്ച് അർത്ഥം വെക്കാനും അറിയില്ല. പക്ഷെ അയാൾക്ക് എന്തുണ്ട്? ലോകാവസാന ബോധമുണ്ടെങ്കിൽ അയാൾ ഒരു ഹറാമും ചെയ്യില്ല. ആണോ? അല്ല. അപ്പോൾ ഇവിടെ ഇൽമല്ല പ്രശ്നം, പിന്നെന്താ? ലോകാവസാനത്തെക്കുറിച്ചുള്ള ബോധം. എനിക്ക് അള്ളാഹിന് മുന്നിൽ പോയി കണ്ടതാണ്, എനിക്കത് നടക്കൂല. നിങ്ങൾ അങ്ങനെ ചെയ്തു തരുമില്ല, കാരണം എനിക്ക് നടക്കൂല മോനെ, എനിക്ക് അള്ളാഹിനോട് സമാധാനം പറയാൻ കഴിയൂല. അപ്പം ലോകാവസാന ദിവസം അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരും എന്ന ചിന്തയാണ് മനുഷ്യനെ മതാനുഷ്ഠാനങ്ങൾ കൃത്യാക്കാനും വിശ്വാസം കൃത്യമാക്കാനും ഉള്ളിൻ്റെ ഉള്ളിൽ ശുദ്ധിയാക്കാനും പ്രേരിപ്പിച്ചത്. അപ്പം ഏത് കാലത്തും ഈ ലോകാവസാന റിയാലിറ്റി വേണം. അപ്പോൾ ഒരു ജനതയുടെ മുന്നിൽ ലോകാവസാനം ഇല്ല, അടയാളോ ഇല്ല, പക്ഷെ അവർക്ക് ബോധമുണ്ട്. ഇന്ന് നമ്മളെ മുന്നിൽ അടയാളങ്ങൾ പള്ള നിറച്ചാണ്, ബോധമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നിപ്പോൾ നമ്മൾ ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ ഓതിയിട്ട് അർത്ഥം വെച്ചോളൂ കുട്ടികൾക്ക്, അവരത് പഠിക്കും. പക്ഷെ പഠിപ്പിക്കണ ഉസ്താദിനും ബോധം ഉണ്ടാവില്ല. ഇതാണ് ഇത് എന്ന് മനസ്സിലാക്കാതൊക്കെ അർത്ഥം എങ്ങനെ വെക്കും? പഴയ കാലത്ത് അർത്ഥം വെക്കും, പക്ഷെ അവർക്കറിയാം അതായിട്ടില്ല. ഇന്ന് ഏതൊരാൾക്കൊരു നാടൻ അറിയും ഇത് ലോകാവസാനത്തിൻ്റെ അടയാളാണെന്ന്. ഇത് കിതാബോധി അർത്ഥം വെച്ച് കൊടുക്കണം എന്നെ പോലത്തെ ആളുകൾക്ക് ഇത് ലോകാവസാനത്തിൻ്റെ അടയാളാണെന്ന് ബോധമില്ല. അതാ പ്രശ്നം, അത് പ്രശ്നം. എന്തുകൊണ്ടാണ് ബോധമില്ലാത്ത? ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നത്തെ സൗകര്യങ്ങളിൽ സുഖിക്കാൻ പറ്റൂല. ഇപ്പം എൻ്റെ കയ്യിലുള്ള പൈസ ലോകാവസാനത്തിൻ്റെ അടയാളത്തിൽപ്പെട്ടൊരു പൈസ ആണെങ്കിൽ പിന്നെ ഞാനെങ്ങനെ എൻ്റെ പിരിവ് വാങ്ങുക? അപ്പം ഞാൻ അർത്ഥം വെച്ച് തരും, പക്ഷെ അത് സലാമിൻ്റെ അടയാളാണെന്ന് പറയില്ല. സലാമിൻ്റെ അടയാളാണെങ്കിൽ പിന്നെ സലാമിൻ്റെ കാറിൽ എങ്ങനെ ഞാൻ കയറുക? തന്നെ അന്നത് റിയാലിറ്റി അല്ല, ഇന്നത് വളരെ റിയലാ, ഒറിജിനലാ, കണ്ണിൻ്റെ മുന്നിൽ കാണുക. വളരെ ചിന്തിക്കണം. ഞാൻ പറഞ്ഞ 3 പൊസിഷനാണല്ലോ ഖുർആന്. 1 ബിഗിനിങ് സ്റ്റേജ്, 2 മിഡിൽ സ്റ്റേജ്, 3 ലാസ്റ്റ് സ്റ്റേജ്. ഭയങ്കര കണക്ഷനാണ്. 1 ബിഗിനിങ് സ്റ്റേജ് സൂറത്തുൽ ഫാത്തിഹ, 2 മിഡിൽ സ്റ്റേജ് സൂറത്തുൽ കഹ്ഫ്, 3 ലാസ്റ്റ് സ്റ്റേജ് സൂറത്തുൻ നാസ്. എങ്ങനെ നിങ്ങൾ ആകണം, എങ്ങനെ നിങ്ങൾ നന്നാകും? ഫാത്തിഹ. നന്നായവരെ അവലംബിക്കേണ്ടതിൻ്റെ അടയാളങ്ങൾ സൂറത്തുൽ കഹ്ഫ്. അതിനെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവർ സൂറത്തുൻ നാസ്. കഴിഞ്ഞു തന്നെ ഖുർആൻ. ഇതിൻ്റെ ഉള്ളിലാ ഖുർആനുള്ളത്. സൂറത്തുൽ നാസിൽ പറഞ്ഞത് വസ്വാസാണ്. പറഞ്ഞത് മനസ്സിലായി, ചിന്തിക്കുക. അത് വിശ്വാസം നമ്മളിൽ നിന്ന് ഉണ്ടാക്കും. നമ്മുടെ ശത്രു നമ്മൾ തന്നെ ആയിരിക്കും. ഒരു ഹിന്ദുവിനെതിരെയുള്ള സൂറത്തല്ല സൂറത്തുൻ നാസ്. ഒരു ഹിന്ദു ഒരു പ്രമാണത്തിനെതിരെ ഒരിക്കലും വിശ്വാസം ഉണ്ടാക്കില്ല. ഒരു പ്രമാണം പറയുമ്പോൾ മാനിക്കേയുള്ളൂ, അവൻ ഹിന്ദു ആണെങ്കിലും. പിന്നെ ഹിന്ദു നാമധാരിയാണെങ്കിൽ ഹിന്ദു ആവില്ല, നിശ്ചരവധിയിരിക്കും. ഒരു ഹിന്ദു ആണെങ്കിൽ ഒരു മതപ്രമാണത്തിന് നീക്കൂല, അതിനെ കളിയാക്കൂല, അതിന് വിശ്വാസം ഉണ്ടാക്കൂല. അതേസമയത്ത് മുസ്ലിങ്ങളിൽപ്പെട്ട വലിയൊരു ശതമാനം ആളുകൾ ഇന്ന് അൽ കഹ്ഫിനെ കളിയാക്കണവരാണ്, ഫാത്തിഹയെ നിസ്സാരപ്പെടുത്തുന്നവരാണ്. കഴിഞ്ഞു. അത് നമ്മുടെ ഉള്ളിൽപ്പെട്ട ഗ്രൂപ്പ്സാണ്. ഏത്? നിങ്ങൾ ഒരിക്കലും ഹിന്ദുക്കളെ പേടിക്കണ്ട. പിന്നെ ഹിന്ദു നാമധാരി നിരീശ്വരവാദിയാണെങ്കിലും ഓക്കെ, അത്
മുസ്ലിം നാമധാരി നിരീശ്വരവാദി ഉണ്ടാവും. അവൻ ഹിന്ദു ആയതുകൊണ്ടല്ല, ഹിന്ദു നാമധാരി ആയതുകൊണ്ടല്ല, പിന്നെ എന്തോ പ്രശ്നം? പറയാം, നിരീശ്വരവാദിയാണ്. ഒരു ഹിന്ദു ആണെങ്കിൽ ഒരു ഇസ്ലാമിന്റെ പ്രമാണത്തെ നിസ്സാരപ്പെടുത്തേ ഇല്ല, ഒരിക്കലും നിസ്സാരപ്പെടുത്തില്ല. അപ്പൊ ഇതാണ് പഠിക്കേണ്ടത്. ഇതിന്റെ അപ്പൊ ഈ ഒരു അധ്യായം ഇത് പഠിക്കേണ്ടതാണ്, ചിന്തിക്കണം. അപ്പൊ ഇവിടെ മൂന്നും നമ്മളെ പ്രമാണത്തിന്റെ അടിസ്ഥാനം ഫാത്തിഹ, അൽ കഹ്ഫ്. ഇനി നമ്മൾ അവിടെ ശ്രദ്ധിക്കണം. എന്ത്? സൂറത്തുൻ നാസ് മാത്രം ശ്രദ്ധിച്ചാലും ഈ മൂന്നിൽ ശ്രദ്ധിച്ചാലും നമുക്ക് മുഅ്മിനായി ജീവിക്കാൻ കഴിയും. മുഅ്മിനായി ജീവിക്കാൻ ഞാൻ ഒരുപാട് ചരിത്രങ്ങളുടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തിൽ? ഒരുപാട് പ്രമാണങ്ങൾ ഞാൻ കഴിഞ്ഞ 1ാം ക്ലാസ്സിൽ അൽ കഹ്ഫ് എന്ന് പറഞ്ഞു. അതിലൊരൊറ്റ പ്രമാണം മാത്രം പഠിച്ചാൽ നമുക്ക് മുഅ്മിനായി ജീവിക്കാം. നമ്മൾ അൽ കഹ്ഫിനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മൾ വസ്ബിർ നഫ്സക മഅല്ലദീന അത് പറഞ്ഞു. പിന്നെ നമ്മൾ 2 റജുലൈനി ജഅൽനാ അത് പറഞ്ഞു. പിന്നെ നമ്മൾ മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞു. പിന്നെ നമ്മൾ ദുൽഖർനൈൻ്റെ ചരിത്രം, പിന്നെ അലി റളിയല്ലാഹു അൻഹു അവസാനിച്ചു. ഇതിൽ ഏതൊരാളെ അവലംബിച്ചാലും നമുക്ക് എന്താകാം? മുഅ്മിനായി ജീവിക്കാം. ഒരാളെ അവലംബിച്ചാൽ മതി. അത് പ്രാക്ടിക്കലാണ്. എന്തിൻ്റെ? ഫാത്തിഹ തിയറിയ. എന്ത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അതിൻ്റെ പ്രാക്ടിക്കലാണ് അൽ കഹ്ഫ്. ഇനി അതിലേക്ക് നിന്നെ പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ അവസാനത്തെ ആയത്ത് വരെ വഹാബിയത്തിനെതിരാണ്. വഹാബിയത്തിലാണ് ഷിർക്ക് കിടക്കുന്നത്. എന്താണ് ഷിർക്ക്? അവരുടെ താല്പര്യത്തെയാണ് ഗണിക്കുന്നത്. എന്തിനല്ല? മുൻഗാമികളാവുന്ന സാലിഹ്യങ്ങളെ പ്രമാണമല്ല, ഔലിയാക്കൾ അവർ തള്ളി വലിച്ചെറിയും. വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദാ. തൻ്റെ ഇബാദത്തിൽ ഒരാളെ ചേർക്കരുത്. ഇവൻ പങ്കു ചേർക്കുന്നു. ആരെ? അവനെ തന്നെ. ഇന്ന് സുന്നികളായ നമ്മൾ തന്നെ വിചാരിക്കുന്നത് നേര് പറയണത് ഓരാണെന്നാണ്. ഓലേതാലും ഖുർആനല്ലേ പറയുന്നത്. നമുക്ക് വഹാബി മൗദൂദിയൊക്കെ നമ്മുടെ ചങ്ങായിമാരാണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷം, ചെറിയ വർത്താനമാണ് ഇതൊക്കെ. എത്ര ചിരിച്ചിട്ട് 28 കൊല്ലാട്ട് ചിരിച്ചുകൊണ്ടാണ് പറയാം. അതൊക്കെ പറയാം. ഇതൊക്കെ അന്തംഗമിത്തരാണ് മനുഷ്യന്മാരുടെ പറയുന്നതെന്ന് പോലും ഈ മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. വളരെ ചിന്തിക്കണം. എന്തുകൊണ്ട് സൂറത്തുൻ നാസിന്റെ ഏറ്റവും വലിയ പ്രശ്നം ആ കൂട്ടരാണ്, ഹിന്ദുവല്ല. ഞാൻ നേരത്തെ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് 2 കൊല്ലം മുമ്പ്. നിങ്ങൾ ബോംബൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, നിങ്ങൾക്ക് നേരം പോയി എന്നാൽ അത് എനിക്കെന്താ? ഇമാം മഹ്ദി വരുമ്പോൾ ഇമാം മഹ്ദിയുടെ പിന്നാലെ ഹൈന്ദവ സമൂഹം ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 100 വട്ടം അത് പറയാണ്. എന്തുകൊണ്ട്? അത് നാശാക്കത്തിൽ ഭൂമിയാണ്. ഒരാളെ കിട്ടിയാൽ ആ ജനത മനോഹരമായി ഉണ്ടാവും. നിങ്ങൾ എന്നും വെള്ളമിടുന്ന പാടവും തീരെ വെള്ളമിടാത്ത ഒരു സ്ഥലം നോക്കിയാൽ വെള്ളം ഉണ്ടാകാൻ നല്ലത് അതാണ്. നമ്മൾ റബ്ബർ മുറിച്ചിട്ട് കുറ്റി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നമ്മൾ സാധനം ഉണ്ടാക്കും. അതൊരു വേളയിരിക്കും. മനസ്സിലായില്ല? കാരണം ആ ഭൂമി എന്തായിട്ടില്ല, 10-50 കൊല്ലമായി പൂട്ടി നാശാക്കിയിട്ടില്ല. ഒരു പൂട്ടാച്ചത് എന്തെയാ? അപ്പോൾ ഒരാളെ കിട്ടിയാൽ മതി. ആ ആള് സത്യസന്ധന മനസ്സിലാക്കിയാൽ കയ്യിൽ നിന്ന് വിടൂല, ജീവൻ കൊടുക്കും. നമുക്കത് യോഗം കൂടേണ്ടി വരും. നമ്മൾ മഹ്ദി ഇമാമ വന്നാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മൂഷാവർക്ക് കത്തെഴുതും, ഇത് മഹ്ദിയാണോ ഇല്ലേ? അസോസിയേഷൻ അംഗീകരിക്കാത്ത സംഭാവനകൾ നൽകുന്നതല്ലെന്ന് പണ്ടത്തെ കാലത്ത് ഈ പീഡിയന് മുന്നിലൊക്കെ എഴുതി വെച്ചു. അതായത് സംഭാവന തരണമെങ്കിൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ കത്തുമാണ്. മനസ്സിലായില്ല? അത് പഴയ കാലത്ത് പീഡിയയിലൊക്കെ എഴുതി വെച്ചാൽ അസോസിയേഷൻ അംഗീകരിക്കാത്ത സംഭാവനകൾ നൽകുന്നതല്ല. അവർക്കതൊന്നും ഹിന്ദുക്കൾക്ക് ഒന്നും നോക്കേണ്ടതില്ല. ഒരു ആൾ നല്ലതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒഴിവാൻ പറ്റും. നമുക്ക് വേണ്ടി വരും. നമുക്കത് തീരുമാനം കഴിഞ്ഞ് വരുമ്പോഴത്തേനും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മഹ്ദി അപ്പോഴത്തേനും പോകാനായി. ആലിമീങ്ങൾ പറയാം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പഠിപ്പ് ഇങ്ങനെ മഹ്ദി പോകാനാവും. നമുക്കൊന്നും നടക്കില്ല. ഞാൻ ഇതിനൊന്നും കുറ്റം പറയല്ല. നമ്മുടെ സംവിധാനങ്ങൾക്ക് വന്ന അപജയമാണ് ഈ പറയുന്നത്. ആഖിർ സമാൻ്റെ അപജയങ്ങളാണ്. ഇന്നത് എന്നല്ല, ഇതൊക്കെ അപജയങ്ങളും അപകടങ്ങളുമാണ്. അവർ ഉണർന്നിരുന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ വളരെ ചിന്തിക്കണം, വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ് ഈ വിഷയം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഈ സൂറത്ത് നമ്മൾ ചർച്ച ചെയ്യണം. എന്തുകൊണ്ട്? ലോകാവസാനമായി. അതിന് ഞങ്ങളെ കണ്ണിൻ്റെ മുന്നിലുള്ള ചില അടയാളങ്ങൾ പറഞ്ഞുതരാം. ഇന്ന് നിങ്ങൾക്ക് ഒന്നുകൂടിയാണ് ബോധ്യപ്പെടാൻ. ലോകാവസാനം എന്ന് വരും, എന്നും വരാം.
പലതും നമുക്ക് റസൂൽ പറഞ്ഞത് മനസ്സിലായിട്ടില്ല. പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ വിചാരിച്ചതല്ലത്. ഉദാഹരണം പറയാം. ഇനി ഇവിടെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരാൾ വന്ന് മദീനയിലെ ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ ആൾ പിന്തിരിഞ്ഞ് പോയപ്പോൾ ഒന്ന് പെട്ടെന്ന് ഒന്നിന് വിളിക്കുക ആളെ പറഞ്ഞു. സ്വഹാബികൾ പിന്നാലെ പോയപ്പോൾ ആളെ കാണാനില്ല. റസൂലുള്ളാഹിക്ക് അറിയാത്തതുകൊണ്ടല്ല, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ട്രിക്കുകളാണ്. അപ്പോൾ ഒരു ഓടി വന്ന ആൾ പറഞ്ഞു, നബി ഞങ്ങൾ പുറത്ത് പള്ളിയുടെ പുറത്തേക്ക് ഇപ്പോഴല്ലേ അയാൾ ഇറങ്ങിയത്, റുദ്ദുഇലയ്യ. പെട്ടെന്ന് അയാളൊന്നും കൂടി തിരിച്ചു. അയാൾ നബിയോട് സലാം പറഞ്ഞ് പിരിഞ്ഞുപോയി. പിരിഞ്ഞു പോയതിന് ശേഷം നബി പറഞ്ഞു റുദ്ദുഇലയ്യ, പെട്ടെന്ന് ഒന്നുകൂടി വിളിക്കുക അയാളെ. സാഹിബികൾ പെട്ടെന്ന് പള്ളിയുടെ പുറത്തേക്ക് ചാടി. അയാളെ കണ്ടില്ല, അയാളെ കാണാനില്ല. അപ്പോൾ പറഞ്ഞു ജിബ്രീൽ, അതായിരുന്നു. അതിനാ ഞാൻ അതൊക്കെ പറഞ്ഞു, ഇത് ജിബ്രീല അതാക്കും യുഅല്ലിമുക്കും ദീനക്കും, ദീനിനെ മനസ്സിലാക്കി തരാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് 4 കാര്യം ചോദിച്ച്. അപ്പം ദീന്, ഈ ദീനറം, ഇതിൽ 4 കാര്യത്തിൽ 3 കാര്യമാണ് ദീന്, 4ാമത്തെ ദീനല്ല. പിന്നെന്തേ ആ ദീനാകണമെങ്കിൽ ഇതിനെപ്പറ്റി ബോധം ഉണ്ടാകണം. 4 കാര്യം ചോദിച്ചു. മൽ ഇസ്ലാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അൻ തുഖീമ സ്വലാത്ത, ഇങ്ങനെ 5 കാര്യം പറഞ്ഞു. പിന്നെ ചോദിച്ചു അമൽ. അപ്പോൾ സദഖ്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പിന്നെ അമൽ ഈമാൻ എന്താന്ന് വെച്ചു. അപ്പോൾ 6 കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പോഴും സദഖ്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ ചോദിച്ചു ഇനി ആധ്യാത്മികതയാണ്. മൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്നാൽ എന്താ? അപ്പോൾ പറഞ്ഞു അൻതഅബ്ദുല്ലാഹ കഅന്നക തറ, അല്ലാഹനെ കണ്ടതുപോലെ ആരാധിക്കുക. അത് വളരെ ഡീപ്നെസ് ആണ്. ഉള്ളിനുള്ളിൽ പോയാൽ ദുനിയാവിൽ തന്നെ നമുക്ക് അല്ലാഹനെ കണ്ടതുപോലെ ആരാധിക്കാൻ കഴിയും. അവരെ കണ്ണിൽ ഒയറുണ്ടാവില്ല, ആര് മാത്രം? അല്ലാഹ്. പിന്നെ ചോദിക്കണം മതസാ, ഇനി ഖിയാമത്ത് നാൾ എന്നാണ്? ഇതന്നെ എല്ലാ മത ഗ്രന്ഥങ്ങളെയും ചർച്ച. ഇസ്ലാം പറയും, ഈമാന്, ഇഹ്സാന്, അതായത് അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ആധ്യാത്മികത. പിന്നെ ചോദിക്കാം മതസാ. ഇനി 4ാമത്തെ കാര്യം ചോദിച്ചാലല്ലേ മതത്തിലേ ഉള്ളൂ. മതം 3 കാര്യമാണ്. അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ആധ്യാത്മികതയുമാണ് എന്ത്? അതാണ് മതം. പിന്നെ ചോദിക്കണം മതസാ എന്നാ ഖിയാമത്ത് നാള്. ഖിയാമത്ത് നാള് പറഞ്ഞാൽ നമ്മൾ തിന്നണ്ടയോ കുടിക്കണ്ടോ വിശ്വസിക്കേണ്ട ഒരു സാധനമല്ല. പിന്നെ എന്താണത്? ഈ വിശ്വാസത്തിൽപ്പെട്ട സംഗതി തന്നെ ഖിയാമത്ത് നാൾ ഉണ്ടാവും. ഒക്കെ ഇവിടെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഖിയാമത്ത് നാൾ എന്നാണ്, അതെന്നായാലും എന്താ? അപ്പോൾ പറഞ്ഞു എന്ത്? അതിൽ ചോദിക്കുന്ന ആളെക്കാൾ വലിയൊരു വിവരമൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ പറഞ്ഞു എന്നാ ഫഅല്ലിംനി ബി അമാറാത്തിഹാ, അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞേരി. അപ്പം അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്തിനാ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഈ അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് സത്യത്തിൽ അവരെ പറ്റിയല്ല. അവർക്ക് ഈ അടയാളങ്ങളൊന്നും ഇല്ല. ആ അടയാളം നമ്മളെ കാലത്തെ വരിക. അപ്പം അവർ അടയാളങ്ങൾ അവരിങ്ങനെ അങ്ങനെ വരുവത്തരേന്നാ പറയുന്നത്. നമ്മൾ ഇത്തരയല്ല. നമ്മൾ എന്താണ്? അത് വന്നു കഴിഞ്ഞു കണ്ണിൽ കാണുകയാണ്. പക്ഷെ ഒരു ബോധമല്ല. ആ ജനത ബോധത്തിൽ ജീവിക്കാൻ കാരണം ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളെക്കുറിച്ചുള്ള ബോധം. മനസ്സിലായോ പറഞ്ഞത്? ഈ അടയാളങ്ങൾ കണ്ണിൽ കണ്ടപ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെട്ടു? എന്തുകൊണ്ട് ഈ അടയാളങ്ങൾ സുഖങ്ങളോട് കൂടിയാണ് വന്നത്? ഉമ്മാക്ക് അരിയും മീനും സാമാനും ഒക്കെ കൃത്യമായി കൊണ്ടേ കൊടുക്കുന്ന ഒരു മകൻ കള്ളുടിക്കും. ഈ ഉമ്മ 5 വക്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി മാലമണി മറിച്ചുകൊണ്ട് നടക്കുന്ന ഉമ്മയാണ്. പക്ഷെ ഉമ്മാക്ക് ഈ മകൻ എന്ത്? എനിക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ട ഒരു സംഭവത്തിൽപ്പെട്ട സംഭവം ആണ് പറഞ്ഞു തരുന്നത്. അങ്ങനെ അതിൽ ഈ മകൻ എന്ത് ചെയ്യും? ഉമ്മാക്ക് കൃത്യമായി അവൻ എന്ത് മാർക്കറ്റിൽ മറ്റേ പണിയാണ്, നേരം വെളുത്ത് വൈകുന്നേരം 10 മണി വരെ പണി കഴിയും. അപ്പം ഉമ്മാക്ക് അരിയും സാമാനം മറ്റൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുക്കും. അങ്ങനെ വാങ്ങിക്കൊണ്ടേ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ എന്ത് ചെയ്യുന്നറിയോ? കള്ളുടിക്കും. കള്ള് കുടിച്ച് ശല്യം ഉണ്ടാക്കും, തല്ലുണ്ടാക്കും. പല പീടിയിൽ തല്ലുണ്ടാക്കും. അങ്ങനെ ശല്യം ചെയ്യും. നാട്ടുകാരും ഇവനും പരിസരവാസികൾ ഒരുമിച്ച് കൂടിയിട്ട് ഇവനെ ഒന്ന് ഒതുക്കാൻ തീരുമാനിച്ച് ഇവനെതിരെ കേസ് കൊടുത്തു. അങ്ങനെ പോലീസ് വീട്ടിൽ ഇവൻ അന്വേഷിച്ച് വന്നപ്പോൾ ഉമ്മാക്ക് ദേഷ്യം വന്നു. ഉമ്മ മുറ്റത്തിറങ്ങി പറഞ്ഞത് ആ പരിസരവാസിയായ മനുഷ്യനോട് 10-15 കൊല്ലം പറഞ്ഞു, ഇന്റെ മകൻ കള്ളുടിക്കുന്നത് നിങ്ങൾക്ക് എന്താ? ഓന്റെ പൈസക്കല്ലേ, നിങ്ങളവിടുന്ന് കട്ടിട്ടൊന്നുമല്ലല്ലോ. ഇനി ഇതിന്റെ ലോജിക്ക് പറയും. എന്റെ ഇപ്പം അങ്ങനെ പറയാൻ കാരണം ഇമ്മാന്റെ സുഖം സൗകര്യങ്ങൾ. ഇമ്മാക്ക് എന്തറിയാം? കള്ളു കുടിക്കുക മറ്റന്നാൾ കുറപ്പുള്ളതാന്നൊക്കെ ആർക്കറിയാം? കള്ളു കുടിച്ചോണ്ട് നരകത്ത് കിടക്കേണ്ടി എന്നൊക്കെ ആർക്കറിയാം?
ഉമ്മാക്കറിയാം. പക്ഷെ ഉമ്മതിനെ ന്യായീകരിക്കുക, ഒരു ന്യായം ഉമ്മ പറയും ചെയ്തു. എന്ത്, നിങ്ങളവിടെ വന്നിട്ടൊന്നും കട്ടിട്ടല്ലല്ലോ, ഒന്നാഴ്ച പൈസക്കല്ലേ കുടിച്ചോടെ നോക്കണ്ട. എന്ത് ഇത് തെറ്റാന്നറിയാം. പക്ഷെ ആ തെറ്റ് കടന്നു വരുന്നത് ഉമ്മാടെ സുഖത്തോടു കൂടിയാണ്. അപ്പോൾ ആ തെറ്റിനെ സ്ഥാപനവൽക്കരിക്കൽ അല്ലാതെ ഉമ്മാക്ക് അവിടെ ഇല്ലെങ്കിൽ ഉമ്മ ത്യജിക്കണം. പുറത്തു പോ, ഇജ് തന്നിട്ടാ ഞാൻ കഞ്ഞി കുടിച്ചത് എനിക്കറിയാം, പക്ഷെ എനിക്ക് കഞ്ഞി വേണ്ട, വണ്ടി വിട്, എൻ്റെ കഞ്ഞി എനിക്ക് വേണ്ട. ഇതാണ് സൂത്, ഇതാണ് സൂത്. സൂത് പറഞ്ഞാൽ വസ്ത്രങ്ങൾ കൂടുതൽ ഉണ്ടാകുകയല്ല. വസ്ത്രം കൂടുതലുള്ള ആളാണ് ഔലിയാപ്പാപ്പ എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ഔലിയാപ്പാപ്പ അയലായിരിക്കും. വലിയുള്ളാഹി അയല് 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 പറഞ്ഞില്ലേ പറയും മനുഷ്യന്മാരെ. ഓരോ കുപ്പായത്തിൻ്റെ മേലെ ഒരു കുപ്പായം, അതിൻ്റെ മേലെ ഒരു തലയിൽ കെട്ടും, അതിൻ്റെ മേലെ ഒരു പച്ച ഒല്ലി, അതിൻ്റെ മേലെ ചുവന്നൊല്ലി. ഇതിങ്ങനെ പറമ്പറങ്ങളെ നടക്കുമ്പോൾ നടക്കലല്ല ഔലിയാപ്പാപ്പയില്. ഔലിയാപ്പാപ്പ സൂത്ത. നമ്മളിന്ന് വസ്ത്രം കൂടുതൽ കാണുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയണത്, ഔലിയാണ്. വസ്ത്രം കൂടുതലുള്ള ആൾ ഔലിയാണെങ്കിൽ ഏറ്റവും വലിയ ഔലിയ വലിയുള്ളാഹി അയൽ എന്ന് പറയുന്നത്. തല കൊടുത്ത് ചിന്തിക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാണ്ട് പറഞ്ഞത് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ നമ്മൾ കാണായല്ല, പക്ഷെ ഈ അടയാളങ്ങൾ കടന്നു വരുന്ന നമ്മുടെ സുഖങ്ങളോട് കൂടിയാണ്. അപ്പോൾ പിന്നെ നിരാകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ അവിടെ ആദ്യം പറഞ്ഞ അടയാളം വായിക്കുക, അടയാളങ്ങൾ പറഞ്ഞത് നബി പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി ആദ്യം പറഞ്ഞെന്താ, അന്തലിതൽ അമത്തു റബ്ബത, അടിമപ്പെണ്ണ് ഉടമയെ പ്രസവിക്കുക. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ വലിയ ചർച്ചകൾ മാത്രമേ പണ്ട്. ആ ചർച്ചകളൊക്കെ സത്യ. ഇൻഖിലാബുൽ ഉമൂരി, അതായത് അടിമയാകേണ്ടത് പ്രസവിക്കുന്ന കുട്ടിയാണ്, ഉടമയാകേണ്ടത് പ്രസവിക്കുന്ന പെണ്ണാണ്. പക്ഷെ ലോകാവസാനം വരുമ്പോൾ പെണ്ണ് അടിമയും ഉമ്മ അടിമയും കുട്ടി ഉടമയുമാകും. അതായത് അനുസരണക്കേട് കാണിക്കുന്നതാണ് ഒരർത്ഥം. അതായത് ബാപ്പ ഉമ്മ എന്നതിനോട് അനുസരണക്കേട് കാണിക്കും എന്നതാണ് പണ്ഡിത വീക്ഷണങ്ങളിലെ ഒരർത്ഥം. പറയാൻ മനസ്സിലായില്ല. അതാണ് അതായത് കൽപ്പിക്കുന്നവൻ ഉടമയും അനുസരിക്കേണ്ടവൻ അടിമയുമല്ലേ. ലോകാവസാനം വരുമ്പോൾ കൽപ്പിക്കുന്നത് മക്കളും അനുസരിക്കേണ്ടത് ബാപ്പിമ്മ. അതായത് അർത്ഥാർത്ഥത്തിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അർത്ഥം സമ്പൂർണ്ണമല്ല. എന്തുകൊണ്ട്? ഈ പ്രശ്നം ഒന്നാമത്തെ ബാപ്പ കൊണ്ടുപോയിട്ടുണ്ട്. ആദ്യത്തെ ബാപ്പക്കും ഈ പ്രശ്നമില്ലേ. ബാപ്പ പറഞ്ഞത് മകൻ അനുസരിച്ചില്ല, സാർവത്രികമായില്ലേ ഉള്ളൂ, അനുസരിച്ചില്ല എന്നുള്ളതുണ്ട്. അപ്പോൾ ലോകാവസാനത്തിന്റെ അടയാളത്തിൽ പറഞ്ഞ ബാപ്പാനെ എവിടെയും കാണാം. ആദം ബാപ്പ അങ്ങനെ തന്നെയാണ്, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ അല്ലേ. അപ്പൊ അത് സമ്പൂർണമായൊരർത്ഥമല്ല. അർത്ഥത്തിൽ തെറ്റില്ല. ആ അർത്ഥത്തിൽ നമ്മൾ വിശാലമായ അർത്ഥത്തിൽ കണ്ടാൽ മതി. എന്ത്, അന്ന് ഒറ്റപ്പെട്ട ആളാണ് അനുസരണക്കേട് മക്കൾ കാണിക്കുന്നത്. ലോകാവസാനം ആയി കഴിഞ്ഞാൽ എന്താണ്, പരക്കെ അനുസരണക്കേടായിരിക്കും. ഓക്കെ. അത് അതിൻ്റെ വ്യാപനം, അതിൻ്റെ കെസ്റത്ത്, അത് അടയാളാക്കാൻ പറ്റൂ. അല്ലാതെ അങ്ങനെ ഒരു കാര്യം സംഭവിക്കാന്നുള്ള അടയാളാക്കാൻ പറ്റൂല. കാരണം ബാപ്പ പറഞ്ഞതും അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞത് അനുസരിക്കാതിരിക്കാന്നുള്ള വർത്താനം ആരും ബാപ്പ ആദം ആദം അലൈഹിസ്സലാം അവർ രണ്ടാളും പറഞ്ഞത് ആരും സ്വീകരിച്ചില്ല. ആദ്യത്തെ മകൻ തന്നെ സ്വീകരിച്ചില്ല. പുറത്ത് പറയണ്ട, ആരെന്നെ സ്വീകരിച്ചില്ല. കാബീലിന്റെ അഞ്ചന ഹാബീൽ സ്വീകരിച്ചു, കാബീൽ സ്വീകരിച്ചില്ല. കാബീലിന് ഒന്നുകൂടി സുഖം മറ്റേ തോന്നിയത്, ഓളെ കെട്ടിയാല കൂടുതൽ സുഖം എന്നാ മനസ്സിലാക്കി, സ്വീകരിച്ചില്ല. അനുസരണക്കേട്. അപ്പൊ ആദ്യത്തെ മകൻ തന്നെ ആരാണ്? പറ മനുഷ്യ, ആദ്യത്തെ മകൻ തന്നെ ആര്? അനുസരണം കെട്ട മകൻ, മുടിയനായ പുത്രൻ, അനുസരണം കെട്ടവൻ. അത് സത്യം. മനസ്സിലാണോ? തല കൊടുത്ത് ചിന്തിക്ക്. അപ്പൊ അത് നമ്മൾ ആ രൂപത്തിൽ അർത്ഥം വെക്കുമ്പോൾ അത് ആ രൂപത്തിൽ അർത്ഥം വെക്കുന്ന സമയത്ത് മുമ്പൊന്നും ഇല്ലാത്ത ഒന്ന് എന്ന് പറയാൻ ഈ അടയാളത്തിന് കഴിയില്ല. എന്നാ അതിന്റെ കസറത്ത് കൃത്യമാണ്. പിന്നെ കാര്യങ്ങൾ അട്ടിമറിയുക, അത് അതിന്റെ രണ്ടാമത്തെ ഒരു വാക്കർത്ഥത്തിന് അപ്പുറത്തുള്ളൊരു അർത്ഥത്തെ ഉണ്ടാക്കണം. അതും ശരിയല്ലേ. കാര്യങ്ങളൊക്കെ അട്ടിമറിയുക, ഇൻഖിലാബുൽ ഉമൂർ. ലോകാവസാനം വന്നാൽ കാര്യങ്ങളൊക്കെ അട്ടിമറിയും. സുന്നത്തൊക്കെ വിദായത്താവും, വിദായത്തെല്ലാം സുന്നത്താവും. നേര് പറഞ്ഞവനെ കള്ളനാക്കും, കളവ് പറഞ്ഞവനെ നേര് പറഞ്ഞവനാക്കും. അതൊക്കെ ഇൻഖിലാബുൽ ഉമൂർ. അങ്ങനെ അർത്ഥം വെക്കാം. എന്നാൽ ആധുനിക ലോകം ആ അർത്ഥം, ആ പദം
കൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യം. അതിനാണ് സർഗസി എന്ന് പറയാം. സർഗസി കേട്ടിട്ടുണ്ടോ? സർഗസി എന്ന് പറഞ്ഞാൽ വലിയ വലിയ അപ്പർ ലെയറിലുള്ള ആളുകൾ അവർ ഭാര്യമാർ പ്രസവിക്കൂല. അവരെന്ത് ചെയ്യും? അവർ കോടിക്കണക്കിന് ഉറുപ്പിക കരാറ് കൊടുക്കും കമ്പനികൾക്ക്. ഇതിന് കമ്പനികളുണ്ട്, കുട്ടികളെ പ്രസവിച്ചു കൊടുക്കാൻ കമ്പനികളുണ്ട്. ആ കമ്പനികളുടെ കീഴിൽ പെണ്ണുങ്ങളുണ്ടാവും. ആ പെണ്ണുങ്ങൾക്ക് വാടക നിശ്ചയിക്കും. മനസ്സിലായില്ല? ആ പെണ്ണുങ്ങൾക്ക് വാടക നിശ്ചയിക്കും. ഇതിൻ്റെ കൂടെ വരണം, മനസ്സിലല്ലേ? ഈ വാടക നിശ്ചയിക്കും. അതായത് ഈ പെണ്ണുങ്ങൾ അടിമകളായിരുന്നു പൂർണ്ണമായും. സർഗേറ്റുകൾ എന്ന് പറയും. അതായത് പ്രസവിച്ചു കൊടുക്കുന്ന സ്ത്രീകൾക്കാണ് സർഗേറ്റുകൾ എന്ന് പറയാം. ഈ സർഗേറ്റുകൾ അടിമകളായിരിക്കും. ആരുടെ? ഈ മുതലാളിയുടെ. അതായത് വാടക ഗർഭപാത്രമാണ്. അതായത് എങ്ങനെയായിരിക്കും? ആ പെണ്ണുങ്ങൾ പിന്നെ അവരെ വീട്ടിൽ താമസിക്കാൻ പാടില്ല. അവർക്ക് പ്രത്യേക ഭക്ഷണം കൊടുക്കും. കാരണം ഭ്രൂണം വളരുന്നത് അവരുടെ ആ വയറ്റിലാണ്. അപ്പം ആ ഭ്രൂണത്തിന് ആവശ്യമായ ഭക്ഷണം കിട്ടണമെങ്കിൽ ആര് കഴിക്കണം? എന്താണ് ഉറങ്ങുന്നത്? ഏറ്റവും നല്ല ഭക്ഷണമാണ് ഈ സർഗേറ്റുകൾ കൊടുക്കുക. ഏറ്റവും നല്ല ഭക്ഷണം. കാരണം ഇവർ മൾട്ടി മില്യോണർമാരുടെ ഭ്രൂണാണ് എവിടെ ഉള്ളത്? ഇവർ വയറ്റിലുള്ളത്. അതായത് മൾട്ടി മില്യോണറായ വലിയ കോടീശ്വരനായ ആളുടെ ബീജവും അയാളുടെ ഭാര്യയുടെ അണ്ടവും കൂടി സംയോജിപ്പിച്ചിട്ട് എന്തിലേക്ക് കയറ്റി വെക്കും? ഈ പെണ്ണിൻ്റെ ഗർഭപാത്രത്തിൽ. പെണ്ണിന് 10 ലക്ഷം റുപ്യ, 5 ലക്ഷം റുപ്യ, 8 ലക്ഷം റുപ്യ. ദരിദ്ര രാജ്യങ്ങളും പ്രദേശങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം മയ്യത്ത് കൊണ്ടുപോകാനൊരു വണ്ടി ഓട്ടോറിക്ഷ കിട്ടായിട്ട് മയ്യത്തേറ്റ നാടുകൾ എവിടെ ഉണ്ട്? നമ്മളെ രാജ്യത്ത് ഇന്ത്യയിലുണ്ട്. അപ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? അവർ ഒരു 9 മാസം പണിയെടുത്ത് കൊടുത്താൽ അടിമപ്പണി എടുക്കണം. എന്താണ് അടിമപ്പണി? അവരെ വീട്ടിൽ താമസിക്കാൻ പറ്റൂല. ഭർത്താവുമായി ലൈംഗിക ബന്ധം പുലർത്തണമെങ്കിൽ അവർ കൃത്യമായി സമയം നിശ്ചയിച്ചു കൊടുക്കും. മാസത്തിലൊരു ലൈംഗിക ബന്ധം നടത്താം, അതിനപ്പുറം പറ്റൂല. അതും ഇത്ര മാസേ പറ്റൂ. 4 മാസം കഴിഞ്ഞാൽ ഭ്രൂണത്തിന് എന്തെങ്കിലും സംഭവിക്കും, പറ്റൂല. പിന്നെ അവരെ മെഡിക്കൽ ടെസ്റ്റുകൾ പറയും ലൈംഗിക ബന്ധം നടത്താൻ പറ്റൂലേ? ആര് പറയും? ഈ കമ്പനി പറയും. കമ്പനിയിൽ വലിയ ഡോക്ടർമാരുണ്ടാവും. കമ്പനി ഇത് വാടകയ്ക്കെടുക്കുക കോടികൾ കഴിക്കും. ഈ കുട്ടിയാക്കി കൊടുക്കാൻ 1.5 കോടി 2 കോടി. ഈ പെണ്ണിന് ചിലപ്പോൾ 10 ലക്ഷം കിട്ടുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ കിഡ്നി വിൽക്കുന്നവരെ കിഡ്നിക്ക് കമ്പനികളുണ്ട്, കിഡ്നി വാങ്ങിത്തരും. അവർ കിഡ്നി വാങ്ങിത്തരണമെങ്കിൽ 40 ലക്ഷം റുപ്യ 50 ലക്ഷം റുപ്യ കൊടുക്കേണ്ടി വരും. കിഡ്നി ഈ കൊടുക്കുന്ന ആൾക്ക് ചിലപ്പോൾ 5-10 ലക്ഷം അത്രയൊക്കെ കിട്ടുള്ളൂ. മറ്റൊരു കമ്പനിക്ക് പോകും. ഈ 1.5 കോടി 2 കോടിക്കൊക്കെ ആയിരിക്കും. അതിൻ്റെ അത്രയും വലിയ പൈസക്ക് വിഷയം തന്നെ ആവില്ല. എന്തുകൊണ്ട്? അത് മൾട്ടി മില്യണർമാരായിരിക്കും. ഈ മൾട്ടി മില്യണർമാർ ദരിദ്ര നാടുകളിലെ പെണ്ണുങ്ങളെ വാടക എടുക്കും. ആ പെണ്ണുങ്ങൾക്ക് വലിയ പൈസ കൊടുക്കും. പക്ഷെ ആ പെണ്ണുങ്ങൾ അടിമകളായിരിക്കും. എങ്ങനെ അടിമ? അവർ ഇത്ര സമയം നടക്കണം, അത് ഇവർ പറഞ്ഞ് പാലിക്കണം. ഇത്ര ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇവർക്ക് പൂതിണ്ട്, വലിയ ഭക്ഷണം കണ്ടാൽ തിന്നാൻ പറ്റൂല. കാരണം അതിന് ലിമിറ്റ് വെക്കും. അത്രയും കൊടുക്കൂ. ഇന്ന നേരത്തെ കുളിക്കണം. വീട്ടിൽ താമസിക്കാൻ പാടില്ല. സ്വന്തം മക്കളുണ്ടാവും, ആ മക്കളെ കാണാൻ പാടില്ല. സ്വന്തം ഭർത്താവുമായി അവർ പറയുന്ന സന്ദർഭത്തിലല്ലാതെ ലൈംഗിക ബന്ധം പുലർത്താൻ പാടില്ല. അപ്പൊ പൂർത്തിയായി ഇവർ ജയിലിലേക്കും. അവരെ ആഴ്ചയിൽ ഒന്ന് വന്ന് കാണാം. ഭർത്താവിന് വരെ രാത്രി താമസിക്കാൻ പറ്റൂല. താമസിക്കുന്ന സമയം കൃത്യമാക്കി കൊടുക്കും. അതിനൊക്കെ ഇവർ വിധേയരാവും. ഇവരാരാണ്? അടിമപ്പെണ്ണുകളാണ്. കാരണം ഇവർക്ക് ഈ 9 മാസം കഴിഞ്ഞ് ആണ് പ്രസവിച്ച് കൊടുത്താൽ ഇവർക്ക് 10 ലക്ഷം കിട്ടും. an എക്സാമ്പിൾ. അത് കഴിഞ്ഞാൽ ഈ കുട്ടിയും വരുന്നവരൊരു ബന്ധമല്ല. ഇവരെ വയറ്റിലുള്ളത് ആരാണ്? ഉടമയാണത്. മില്യൂണറാണ്. ഈ സാധുവോ? ഇത് അടിമയാണ്. റിയൽ കൃത്യം. ഇന്ന് ലോകത്തെ മില്യൂണർമാർക്ക് മുഴുവനും കുട്ടികളുണ്ട്. അങ്ങനെ ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ മില്യൂണർ എലോൺ മസ്ക് അല്ലേ? എലോൺ മസ്കിന് 14 കുട്ടികളാണ്. അതിൽ പകുതിയിലേറെ കുട്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. അതായത് എലോൺ മസ്കിൻ്റെ ബീജവും ഭാര്യയുടെ അണ്ടവും എടുത്ത് സംയോജിപ്പിച്ച് അതിനെ ഭ്രൂണമാക്കി എവിടെ വെച്ച് വളർത്തും? ഒരു ദരിദ്ര രാജ്യത്തെ പെണ്ണിൻ്റെ വയറ്റിൽ വെച്ച് നിർത്തും. 14 മക്കളാണ് അയാൾക്ക്. ഇനിയും മക്കൾ വേണം. ഈ മക്കളെ മുഴുവൻ സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. മക്കൾ നല്ല ബുദ്ധിമാന്മാരായ മക്കളെ പ്രത്യേക സാഹചര്യത്തിൽ വളർത്തി അവർക്ക് വലിയ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന താല്പര്യക്കാരാണ് എലോൺ മസ്ക്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ മൾട്ടി മില്യോണറായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയുടെ കുട്ടികളിലെ ഭൂരിപക്ഷവും റൊണാൾഡോ 3 കുട്ടികളാണ്.
മൂന്നും അയാളെ കുട്ടികൾ തന്നെയാണ്. പക്ഷെ എന്തല്ല, അയാളെ ഭാര്യ പ്രസവിച്ചില്ല. അന്തലിതൽ അമത്ര ഒരു അടിമ പെണ്ണിൻ്റെ വാടക എടുത്തു, ഭ്രൂണമലിക്ക് എത്തിച്ചു. 9 മാസം കഴിഞ്ഞ് കുട്ടീനെ പോയി. ഈ കുട്ടിയും തള്ളയും തമ്മിൽ ഒരു ബന്ധമില്ല. ഇത് വ്യാപിക്കാണ്. 5100 കോടിയുള്ള ബിസിനസ്സാണ് ഈ വിഷയത്തിൽ. ഇന്ത്യയിൽ മാത്രം 5100 കോടി. ഇത് 2033 ആകുമ്പോഴത്തേന് ഇതിൻ്റെ 4 ഇരട്ടിയാവും ഇന്ത്യയിൽ നടക്കുക. ഒന്ന്, ഞാൻ അവരെ പേര് പറഞ്ഞാൽ അതൊരു പ്രശ്നത്തിന് കാരണമാവും നമ്മുടെ പേര് പറയാത്തത്. ഹോളിവുഡ് നടന്മാരുടെ മുഴുവൻ കുട്ടികൾ അങ്ങനെ. ഒരു പെണ്ണ് പ്രസവിക്കൂല, മനസ്സിലായില്ല, പെണ്ണ് പ്രസവിക്കൂല. വലിയ വലിയ സിനിമാ നടികൾ പ്രസവിക്കൂല, അവർക്ക് കുട്ടികളുണ്ടാവും, പ്രസവിക്കുന്നല്ല. അവരുദ്ദേശിച്ച ആൾ തമ്മിൽ ലൈംഗിക ബന്ധം നടക്കും. ഭർത്താവാണെങ്കിൽ ഭർത്താവ് ലൈംഗിക ബന്ധം നടക്കും. ബീജോ അണ്ട് എടുക്കുകയും ചെയ്യും. ഇവൾക്ക് കുട്ടീനെ കൊടുക്കും. 10 മാസം കഴിഞ്ഞാൽ അതിന് ഓൾ എന്ത് ചെയ്യും? 2 കോടി ഉറുപ്പിക എടുക്കും. 1.5 കോടി 2 കോടി ഇതൊരു പെണ്ണിൻ്റെ വയറ്റിലിട്ട്. ഇത് ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പൊ കൃത്യമായി എന്ത് അന്തലിതൽ അമത്തു റബ്ബത. ഇതിൽ മലയാളം എന്താ? നിങ്ങൾ എന്താ അത്ഭുതം, എന്ത് മനസ്സിലാകാത്ത എന്തായി പറഞ്ഞത്? ഇതൊരു കാലത്ത് ഇങ്ങനെ സംഭവിക്കും എന്നത് ഒരു കാലത്ത് പറയാൻ കഴിയില്ലല്ലോ. റസൂള്ള പറഞ്ഞ കൃത്യമാണ്. റസൂള്ളക്ക് ഇവിടെ ഇങ്ങനെ പറഞ്ഞോളൂ, എന്ത് മക്കൾ ഉമ്മമാരും പാപ്പാരും അനുസരിക്കൂലാറിനോട് റസൂള്ളക്ക്. റസൂള്ളത് ഇനി അറിഞ്ഞാത് കാണുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ എലോൺ മസ്കിന്റെയും റൊണാൾഡോനെ പോലത്തെ ആളുകളൊക്കെ ചെയ്യണപ്പോൾ ആള് കാണുന്നുണ്ട്, റസൂള്ള കാണുന്നുണ്ട്. അത് നിങ്ങളോട് പറഞ്ഞ സാബിയോട് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ? ഓർക്കത് മനസ്സിലാവും. ഇങ്ങനെ ഭ്രൂണം കയറ്റി വെക്കുന്ന പറഞ്ഞാൽ ഇനി മെഡിക്കൽ ലാബ് ഉണ്ടാവും. ഓർക്കെന്ത് ലാബ്? കാരണം അങ്ങനത്തെ ഒരു സമാനില്ല അവരില്ലല്ലോ. ബൾബ് കത്തും, ചുമരുമൽ ഇങ്ങനെ കാട്ടിയാൽ ലൈറ്റ് കത്തുന്ന നബിയൊക്കെ കണ്ടതാണ്. അതാണ് റസൂള്ള. ലോകാവസാനം വരെ നടക്കണ എല്ലാ കാര്യം റസൂള്ള കണ്ടിട്ടുണ്ട്. അതേസമയത്ത് സ്വഹാബികൾക്ക് അത് മനസ്സിലാവില്ല. സ്വഹാബികൾക്ക് ഒരു ചെറിയ മണ്ണിന്റെ പാത്രത്തിൽ ജൈത്തെണ്ണ ഒഴിച്ചിട്ട് തിരിയിട്ട് കത്തിക്കണം. മറ്റവരോട് പറഞ്ഞിട്ട് കാര്യം അവർക്കത് അറിയില്ല. അള്ളാഹിന്റെ ആരിഫ്യങ്ങൾക്കറിയും. അവർ നോക്കിക്കാണാൻ അള്ളാഹു തആല തൗഫീഖ് കൊടുക്കും. തൗഫീഖ് കൊടുത്തവർക്ക് കാണാൻ കഴിയും. അപ്പൊ ഇന്ന് ഇത് ഇഷ്ടം പോലെ, ഞാനൊരു പേര് പറയാതൊക്കെ കേരളത്തിലെ നടിമാരുണ്ട്. പിന്നെ അതൊരു പ്രശ്നത്തിന് കാരണമാവും. ഞാൻ അവരെ വ്യക്തിഹത്യ ചെയ്തു എന്നറിയും. എനിക്കൊരു വ്യക്തിഹത്യല്ല ഉദ്ദേശം, എനിക്കൊരു പഠനമാണ്. പേരൊരാളെയും പറഞ്ഞു, നിങ്ങൾ പഠിച്ചു നോക്ക്. കേരളത്തിൽ ഇല്ലേ? നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം, പേര് പറയണ്ട. എന്തുകൊണ്ട്? അപ്പം അവരെ വയറ് സ്വാഭാവികമായി വലുതാവും. അപ്പം ആ പിന്നെ അഭിനയിക്കുമ്പോഴുള്ള ആ അവർ ഭക്ഷണം കൂടുതൽ കഴിക്കൂല, ആ വയറ് പൊങ്ങാൻ പാടില്ല. കൃത്യമായി അവർ ജിമ്മിൽ കളിക്കും. അപ്പം ആ വയറിൻ്റെ വൃത്തി, ഇപ്പോൾ ഉദാഹരണം ഗർഭത്തിന് ശേഷം ഒരു പെണ്ണിൻ്റെ വയറ് പൊങ്ങിയത് കുറഞ്ഞാൽ പോലും അതിനൊരു പരിധി ഉണ്ട്. എന്നാലും മനസ്സിലായില്ലേ, പ്രസവിച്ചു എന്ന് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു അതിൻ്റെ അത് വളരെ ഒതുങ്ങിയ വയറാന്ന് കണ്ടാൽ തന്നെ അറിയാം ഈ പെണ്ണ് പ്രസവിച്ചില്ല. ഒക്കെ 2-3 കുട്ടികളുണ്ടാവും. അപ്പം സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഗർഭം ധരിക്കൂല. സൗന്ദര്യം നിലനിർത്താൻ വേണ്ടി ഗർഭം ധരിക്കൂല. പിന്നെ പൈസക്ക് മുട്ടില്ലല്ലോ. എക്സുറുൽ മാലും മുതൽ അധികരിക്കുന്നു പറഞ്ഞില്ലേ? അപ്പൊ ഈ അൻതലിദൽ അമത്തു റബ്ബതഹ എന്നത് ഇന്ന് റിയാലിറ്റിയാണ്. എന്തല്ല, ഞാൻ പുനർവ്യാഖ്യാനങ്ങൾ നോക്കേണ്ട ആവശ്യം തന്നെ ഈ വിഷയത്തിലില്ല. പുതിയ വ്യാഖ്യാനങ്ങൾ നോക്കി അങ്ങനെ ഒന്നും പറയേണ്ട ആവശ്യത്തിലില്ല. ഒറിജിനൽ റിയൽ കാര്യം അൻതലിദൽ അമത്തു റബ്ബതഹ. ഈ പെണ്ണ് അമത്തന്നെയാണ്, അടിമയാണ്. എന്തുകൊണ്ട്? ഈ പെണ്ണ് പ്രസവിക്കണ പെണ്ണാരാ? ദരിദ്ര ഉള്ളിൽ കിടക്കണ കുട്ടിയാരാ? കോടീശ്വരൻ. നിങ്ങളത് സങ്കല്പിച്ചു നോക്കി. ഇത് പ്രസവിച്ചാലെങ്കിലും എൻ്റെ കുട്ടി എനിക്ക് തിന്നാൻ തരുന്ന ഇതിന് പറ്റും, വല്ലതും കിട്ടുമോ? അതിൻ്റെ പള്ളിയിൽ നിന്ന് എടുത്താൽ കൊണ്ടുപോകണ്ടല്ല ആ കുട്ടിയെ. ആ കൊണ്ടുപോണ കുട്ടിയുടെ ഒരു ദിവസത്തെ വരുമാനം മതി ഈ തള്ളക്കും അതിൻ്റെ കുടുംബത്തിന് ഖിയാമത്ത് വരെ ജീവിക്കാൻ. അത് കിട്ടൂല. ഇപ്പം അതിൽ ബാർഗൈനിങ് വന്നു. പഴയതുപോലെ പണ്ടത്തെ കാലത്ത് സർഗസിയൊക്കെ തുടങ്ങുന്ന കാലത്ത് 10 ലക്ഷം, ഇപ്പോൾ 10 ലക്ഷം ഇല്ലാന്നാണ് അപ്പോൾ കേൾക്കുന്നത്. നിയമപരമായി ആ കാര്യം നമ്മളെ ഇന്ത്യൻ സർക്കാർ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യം നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ മാത്രം ഇന്ത്യയിൽ 5100 കോടി ഇവിടെ ബിസിനസ്സാണ് ഈ വിഷയത്തിൽ നിലവിൽ. ഇനി സർഗസി ക്ലിനിക്കുകളുണ്ട്, സർഗസി ഹോസ്റ്റലുകളുണ്ട്,
ഇഷ്ടം ഹോസ്റ്റലുകൾ, അതിൽ അവിടെ തന്നെ ആ ഹോസ്റ്റൽ നിർത്തണം. അതിന് പ്രത്യേക ചൂടിലും തണുപ്പിലും ഒക്കെ ഒക്കെ ആയിരിക്കും. ആ പ്രത്യേക ചൂട്, പ്രത്യേക തണുപ്പ്, അതിനൊക്കെ അനുസരിച്ചാണ് അവരെ നിർത്തുക. സർക്കസിന് ഇതാണ് എന്ത്, ഒരു സ്ത്രീ മറ്റു ദമ്പതികൾക്ക് വേണ്ടിയോ വ്യക്തിക്ക് വേണ്ടിയോ കുഞ്ഞിനെ പ്രസവിക്കുക. ഇനി കല്യാണം കഴിക്കാത്തവർക്ക് മക്കളുണ്ട്. അങ്ങനത്തെ സിനിമ നടനെ ചരിത്രം എനിക്കറിയൊക്കെ ഇന്ത്യയിൽ അയാൾക്ക് മക്കളുണ്ട്. എങ്ങനെ? അയാളുടെ ബീജെടുക്കും, എന്നിട്ട് വേറെ പെണ്ണിൻ്റെ അണ്ടെടുത്തിട്ട് എന്ത് ചെയ്യും? അണ്ടെടുത്തിട്ട് കയറ്റും. അത്യാവശ്യം സൗന്ദര്യമുള്ള പെണ്ണിൻ്റെ അണ്ടം എടുത്തിട്ട് ഈ വ്യക്തിയുടെ ബീജം, മനസ്സിലായ, ബീജം എടുത്തിട്ട് കയറ്റും. നല്ല അത്യാവശ്യം സൗന്ദര്യമുള്ള, അത് കുട്ടിക്ക് സൗന്ദര്യം ഉണ്ടാകാൻ വേണ്ടി. ബർണാഷാനോട് ഒരു പെണ്ണ് വന്ന് പറഞ്ഞല്ലോ, എന്ത് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കാരണം നിങ്ങൾ അതിബുദ്ധിമാനാണ്, ഞാൻ അതിസുന്ദരിയാണ്. അപ്പം നിങ്ങളെപ്പോലത്തെ ഒരാളെ എൻ്റെ സൗന്ദര്യം നിങ്ങളെ ബുദ്ധിയും കൂടി കൂടിയിട്ട് ഒരു കുട്ടീൻ്റെ ആ കുട്ടി അതിബുദ്ധിമാനും അതിസുന്ദരനായിരിക്കുമല്ലോ. അപ്പോൾ ബർണാഷ തിരിച്ചു ചോദിച്ചത്രേ പെണ്ണിനോട്, ബുദ്ധിയിൽ നിൻ്റെതും സൗന്ദര്യം എൻ്റെന്ന് എടുത്താൽ ആ കുട്ടിയുടെ പരാജയം എത്രയാണ്? മനസ്സിലായില്ല. ദൈവം തന്നെ എടുത്തോണമെന്നൊന്നുമില്ലല്ലോ. ദൈവം എന്തെടുത്തു? നിന്റെ ബുദ്ധിയും എൻ്റെ സൗന്ദര്യം കൂടി കൂട്ടിയിട്ടാണ് കുട്ടീനാക്കുന്നത്. ആ കുട്ടീനെ കണ്ടാ പറയാനില്ല, നിന്റെ സൗന്ദര്യം തന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ പോലെ. ഇപ്പൊ പെണ്ണ് കെട്ടാത്ത സിനിമാ നടന്മാർക്കും മില്യൂണർമാർക്കും, പെണ്ണെട്ടാത്ത ഒരു ജീവിതത്തിൽ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത വലിയ വലിയ മില്യൂണർമാർക്ക് കുട്ടികളുണ്ട്. അവരെ സ്വത്തിന് അധികാരി അവർ എഴുതി വെക്കും, അവരെ ബീജം പെണ്ണൊരു കിട്ടൂല, പക്ഷെ അവർക്ക് കുട്ടിയുണ്ട്. ലോകത്ത് ഇതൊക്കെ സംഭവമാണ്. ഇന്ന് ഇതൊരു വിഷയം തന്നെയല്ല, ഇന്നിത് ലോക രാജ്യങ്ങളിൽ മുഴുവൻ നടക്കുന്ന ഒരു സംഭവമാണ്. അതിനുവേണ്ടി ഗർഭം ധരിക്കുക. ഈ പെണ്ണുങ്ങളെ തീർച്ചയായും അടിമകത്തായി. എന്തുകൊണ്ട്? ഈ പെണ്ണുങ്ങൾ ഇതിന് തയ്യാറാകാനുള്ള പ്രകാരം ഇതിന് വലിയ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ കഷ്ടപ്പെടുന്ന നിയമങ്ങൾ. ഒന്ന്, അതിന് ശേഷം ഈ പെണ്ണ് ഇത് വല്ല കടത്തിൽ കുടുങ്ങിയിട്ടായിരിക്കും ഇതിന് ചെയ്യുക. അപ്പം നമ്മൾ ചില ആളുകൾ പറയുമല്ലോ, കിഡ്നി വിറ്റിട്ട് ഞാൻ കടം കൂട്ടു, പറയാൻ തിരക്കില്ല. അപ്പം എന്നതുപോലെ ദാരിദ്ര്യത്തിൽ കടത്തിലും കുടുങ്ങിയിട്ടാണ് ഈ പെണ്ണുങ്ങൾ ഇതിന് തയ്യാറാവുക. ഈ സമയത്ത് അവർ വലിയ സൗകര്യങ്ങൾ അനുഭവിക്കും. പിന്നെ അവർ ദരിദ്രമായ അവസ്ഥയിലേക്ക് തിരിച്ചു മടങ്ങും. പിന്നെ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. പിന്നെ അവർക്ക് അവരെ മക്കളെ പോറ്റാനോ കാണും. പൂർണ്ണമായ അടിമത്തം, സാമ്പത്തിക പരാധീനത. മിക്ക സ്ത്രീകളും കടബാധ്യതകൾ തീർക്കാനോ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണ് ഇത് സമ്മതിക്കുന്നത്. ഒരു സാമ്പത്തികമായ നിർബന്ധാവസ്ഥ മാത്രം കൊണ്ടാണ് എന്ന്. ഈ ഫണ്ടിന് ഗർഭധാരണത്തിനായി ദമ്പതികൾ നൽകുന്ന വലിയ തുകയുടെ ചെറിയൊരു ഭാഗം മാത്രമേ, അതായത് 15-25% ഇടയിൽ പൈസ മാത്രമേ ആർക്ക് കിട്ടുള്ളൂ? ആ പെണ്ണിന് കിട്ടുള്ളൂ. പെട്ട് പൂർണ്ണമായി അടിമയാണ്. ധാരാളം വെല്ലുവിളികൾ ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഭർത്താവിനെ വരെ കാണാൻ കഴിയില്ല. ഭർത്താവിനെ കാണുന്നതിന് പ്രത്യേകമായി കാണുന്നുണ്ടാവും. അപ്പം ചുരുക്കത്തിൽ നിങ്ങൾ ചിന്തിക്കുക, ഈ വിഷയത്തിൽ വലിയൊരു ഇൻഡസ്ട്രി ഇന്ത്യയിലടക്കം, ദരിദ്ര രാജ്യങ്ങൾക്ക് അടക്കം വളരെ വലിയ ഒരുപാട് ആളുകൾ ലിസ്റ്റിൻ്റെ മുന്നിലുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇത് കാണിച്ചു തന്നാൽ അത് വിഷയമാണ്. ഒരുപാട് ടെസ്ല കമ്പനിയുടെ ഉടമസ്ഥനായ എലോൺ മസ്കിന് 14 കുട്ടികളാണ്. ആ കുട്ടികൾ പകുതി അറിയും ഇങ്ങനെ സർഗസി വഴി ഉണ്ടായത്. അപ്പൊ അൻതെലിതൽ അമത്തു റബ്ബതഹ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ഇന്ത്യയിൽ ഈ വിഷയത്തിൽ 1268 ഹോസ്റ്റലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സർഗസി ഹോസ്റ്റലുകൾ, ക്ലിനിക്കും സർഗസി ഹോസ്റ്റലും. 1268 ക്ലിനിക്കുകളും ഹോസ്റ്റലുകളും എന്തിൽ മാത്രം? ഇന്ത്യയിൽ മാത്രം. അത് 2033 ആകുമ്പോഴത്തേനും 4 ഇരട്ടിയാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 1268 സർഗസി ഹോസ്റ്റൽ, ക്ലിനിക്ക് ഹോസ്റ്റലാണ്. അവിടെയാണ് ഈ പെണ്ണ് പറക്കേണ്ടത്. കഴിഞ്ഞാലോ ആ പൈസ കൊടുത്തതിന് വിടും. പിന്നെ ഈ അത് തൻ്റെ ഗർഭപാത്രത്തിലിട്ട് വളർത്തിയ ഈ കുട്ടിയുമായി യാതൊരു ബന്ധവും ഇല്ല. കാരണം കുട്ടി മൾട്ടി മില്യോണറാണ്. 100% തെറ്റുന്ന സംഗതി എന്ത് എന്നങ്ങനെ അതൊക്കെ ന്യായങ്ങൾ ഉണ്ടാക്കുന്നു. സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മളെ ഈ കൂട്ടത്തിലൊക്കെ ഉള്ളത് ഒരു വായന തയ്യാറാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഫത്വകളും കാര്യമൊക്കെ ഉണ്ടാവും. ഒരവസ്ഥയിലെത്തിയ ഫത്വനുണ്ടാവും. അതിന് നിങ്ങൾ വിചാരമുണ്ട്. അവ ചുരുക്കത്തിൽ ഇന്ന് ലോകത്തിൽ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോണ കാര്യം എന്തെന്നാൽ, റസൂലുള്ളാഹി ഖിയാമത്ത് നാളിൻ്റെ അടയാളം ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് എന്താണ്? അതായത്
സർഗേറ്റുകളാണ്. അതായത് ഇത്തരം പെണ്ണുങ്ങളെയാണ് അന്തരിതൽ അമത്തു, അത് സർഗേറ്റാണ്. ഇങ്ങനെ വാടക പ്രസവിച്ചെടുക്കുന്ന പെണ്ണുങ്ങളവരാണ് സർഗേറ്റുകൾ. ഇതാണ് ആദ്യം പറഞ്ഞത്. ഇന്നത് റിയല. പണ്ടത്തെ കാലത്ത് ഇമാമിയങ്ങളും ഉലമാക്കളും അത് വ്യാഖ്യാനിക്കുക ചെയ്ത്. കാരണം അങ്ങനത്തെ ഒരു കാലം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. എന്ത്, ഒരാളുടെ ബീജവും ഒരു പെണ്ണിന്റെ അണ്ടവും ചേർത്ത് മറ്റൊരാളുടെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് അയാൾക്ക് പൈസ കൊടുത്ത് മൾട്ടി മില്യോണർമാർ വിരിയിച്ചു കൊണ്ടുപോകുന്ന കുട്ടികളെ പറ്റിയുള്ള ഒരു ചർച്ച ഒരു ഇമാമിന്റെ കാലത്തും ഇല്ല. അപ്പൊ അവരതിന് എന്ത് ചെയ്തു? വ്യാഖ്യാനങ്ങൾ പറയാം. അനുസരണക്കേട് കുട്ടികൾ കാണിക്കുക, അതിലാകെ. അപ്പൊ അതിനാ ഞങ്ങളോട് പറഞ്ഞത്, അനുസരണക്കേട് കാണിക്കൽ ഒരു പുതിയ കാര്യമല്ല. ആദ്യത്തെ മകൻ തന്നെ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല? അപ്പൊ ഈ സർഗസി വരുന്നത് വരെയും ഇതിന്റെ വ്യാഖ്യാനം പൂർത്തിയായിട്ടില്ല. ഇന്ന് വ്യാഖ്യാനം പൂർത്തിയായി. മനസ്സിലായില്ല? ആദ്യത്തെ മകൻ തന്നെ. നമ്മളെ പണ്ഡിതന്മാർ അതിന് ഇമാമിങ്ങൾ കൂടുതൽ വെച്ച അർത്ഥം എന്താണ്? മക്കൾ എന്ത് ചെയ്യാ? മക്കൾ കൽപ്പിക്ക, ബാപ്പ കൽപ്പിച്ച മക്കൾ സ്വീകരിക്കൂല, മക്കൾ കൽപ്പിച്ച ബാപ്പ സ്വീകരിക്കണം. അപ്പൊ എന്തായി? അനുസരണക്കേട് കാണിച്ചു എന്നല്ലേ? അല്ലേ? അങ്ങനല്ലേ? ഇതാണല്ലോ ആദ്യത്തെ മകൻ. ആദ്യത്തെ മകൻ ആരാ? ഖാബീല്. ഇയാളാണില്ല. പക്ഷേ ഖിയാമത്ത് നാളാവുമ്പോൾ ആ വ്യാഖ്യാനത്തിൽ തെറ്റുണ്ടോ? തെറ്റില്ല. ഖിയാമത്ത് നാളാവുമ്പോൾ ഖാബീലിനെ പോലത്തെ ആളുകൾ, മക്കള്, ആ വ്യാപനം അതിന് കെസ്രത്തേ ഉള്ളൂ. അതൊരു ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ല. അപ്പൊ ഇന്നിപ്പോ ഈ പറഞ്ഞത് ഇന്ന് വളരെ കൃത്യമായി. എന്ത്? അടിമപ്പെണ്ണ് ഉടമയെ മൾട്ടി മില്യൂണറെ പ്രസവിക്കുക. ആര് പ്രസവിക്കുക? ദരിദ്ര പെണ്ണ്. ദാരിദ്ര്യത്തിൽ കുടുങ്ങിയ, കഷ്ടപ്പെട്ട് കടം കൊണ്ട് കുടുങ്ങി ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്ന വക്കിലെത്തുമ്പോൾ പെണ്ണ് എന്ത് പറയാ? വേണ്ട, ഞാൻ സർഗേറ്റേക്കോളാം, നിങ്ങളെ കടം ഞാൻ വീട്ടിൽ തരാമെന്ന് പറയാം. ഒരു 4-5 കൊല്ലം, ഒരു 10-50 ലക്ഷം ഉണ്ടെങ്കിൽ ഒരു 4-5 കൊല്ലം ഈ സർഗേറ്റായ ഈ പെണ്ണിനെ എന്ത് വീട്ടാൻ കഴിയും? കടം വീട്ടാൻ കഴിയും. കുട്ടികൾ പോയി. ഈ കുട്ടികൾ ആരാണ്? റബ്ബത്ത്. ഒടമ. പെണ്ണോ? അടിമ. കൃത്യം. ഇതിനപ്പുറം വ്യാഖ്യാനമില്ല. അല്ലേ? സത്യമല്ലേ? അത് കറക്റ്റാണത്. റസൂലുള്ളാഹി അവിടെ വാക്ക് മാറ്റി പറഞ്ഞ പോലെ അള്ളാന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കണ്ട, റിയലായിരിക്കും. പിന്നീട് ഈ ഒരു കാലത്ത് നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു കാലത്ത് വ്യാഖ്യാനിക്കേണ്ടി വരില്ല. അത് ഇങ്ങനെ ആയിക്കൂടെ ഉസ്താദേ, അത് ഇങ്ങനെ ആയിക്കൂടെ ഉസ്താദേ ചോദിക്കണ്ട. ഒരു കാലത്ത് വേണ്ടി വരും. ഇപ്പം അത് ഇങ്ങനെ ആയിക്കൂടെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്ത്? അപ്പൊ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ലോകം മുഴുവൻ സർഗസി വ്യാപിക്കണം എല്ലാ രാജ്യത്തും. ഞാൻ പറഞ്ഞ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പേഴ്സണായി കണക്കാക്കുന്ന എലോൺ മസ്കിന്റെ കുട്ടികൾ വരെ ഇങ്ങനെയാണെങ്കിൽ, ലോകത്തെ ഏറ്റവും വലിയ കളിക്കാരനായി കണക്കാക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുട്ടികൾ ഇങ്ങനെയാണെങ്കിൽ, റൊണാൾഡോക്ക് 3 കുട്ടികൾ, 3ഉം വിരിയിച്ചത്. ഇന്ത്യയിൽ പല മൾട്ടി മില്യർമാനായ സിനിമ ആക്ടർമാരുടെയും മക്കൾ ഇങ്ങനെ വിരിയിച്ചത്. അപ്പൊ എന്തായി? എവിടെത്തി? അപ്പൊ നമ്മൾ ഉറപ്പിച്ചോളി, നേരം വൈകാതെ ഖിയാമത്ത് നാൾ ഉണ്ടോ? കുട്ടികളെ, ഇത് പറയാനത് പറഞ്ഞു. ഇതുവരെ ഖിയാമത്ത് നാളിന്റെ അടയാളം വ്യാഖ്യാനിക്കേണ്ടിയിരുന്നു. ഈ നൂറ്റാണ്ടിൽ ഖിയാമത്ത് നാളിന്റെ അടയാളം വ്യാഖ്യാനിക്കേണ്ട ആവശ്യം ഇല്ല. പാഠം നമ്പർ 1. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. ബോധം എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം. ബോധം വേണ്ടേ? നമ്മൾക്ക് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് എന്തില്ല? ബോധം.